العلي العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين يوله ما تولى ونصره جهنم وساءت مصيرا صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സാദാത്യങ്ങളെ, ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളും, ഈ വിശിഷ്ടമായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള സമസ്ത കേരള ജമിയത്തുകളുടെ പ്രചാരകരും പ്രവർത്തകരുമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേർരേഖയായ സമസ്ത കേരള ജമിയത്തുകളുടെ 90-ാം വാർഷിക സമ്മേളന പ്രചരണാർത്ഥം ഇങ്ങനെ ഒരു സംഗമത്തിൽ സംഗമിക്കാൻ സാധിച്ചത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമായി കരുതുകയാണ്. നേരത്തെ നടന്ന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഇസ്തിഖാമയുടെ തയ്യാളിയായ ബഹുമാനപ്പെട്ട ഇൻകൂസ്താദകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നബിദിനം അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാടുകൾ എന്താണെന്നും മാറി ചിന്തിച്ചുപോയ ആളുകൾക്ക് വന്നുപോയ അപജയങ്ങൾ എന്തൊക്കെയാണെന്നും സ്പഷ്ടമായി ഇവിടെ വിവരിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്നതാണ് നമ്മുടെ സമ്മേളന പ്രമേയം. ആദർശ വിശുദ്ധിയിൽ 90 വർഷം തികഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹിതമായ സംഘടന ഇങ്ങനെ ഒരു പ്രമേയം വെക്കുമ്പോൾ തന്നെ ആദർശത്തിൽ വിശുദ്ധിയില്ലാത്ത അശുദ്ധിയുള്ള പലരും ഉണ്ടെന്ന ധ്വനി അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കും. ആദർശത്തിൽ പലർക്കും അശുദ്ധി ഉണ്ടായതുകൊണ്ടാണ് ആദർശത്തിൽ വിശുദ്ധി എന്നൊരു പ്രമേയം വെക്കേണ്ടി വന്നിട്ടുള്ളത്. തങ്ങൾ ആചരിക്കുന്ന, തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയ ആദർശ വിഷയങ്ങളിലൊക്കെ മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ എന്തു പറഞ്ഞു, ആ വിഷയങ്ങളിൽ അവർ ഏതു നിലപാട് സ്വീകരിച്ചു, അവിടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശുദ്ധിയുള്ള ആദർശത്തിന്റെ വാക്താക്കളാണ് എന്ന് പറയാൻ ഒക്കും. തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു 230 കൊല്ലത്തെ പാരമ്പര്യമോ, ഒരു 179 കൊല്ലത്തെ പാരമ്പര്യമോ, അല്ലെങ്കിൽ 73 കൊല്ലത്തെ പാരമ്പര്യമോ, ഏതാനും വിരലിൽ എണ്ണാവുന്ന വർഷത്തെ പാരമ്പര്യമോ തങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ ആ പാരമ്പര്യത്തോടുകൂടെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് എത്തിപ്പെടാൻ സാധ്യമല്ല. സ്വർഗത്തിൽ എത്തിപ്പെടുന്ന യഥാർത്ഥമായ മുസ്തഖീമായ പാത 1500 കൊല്ലങ്ങൾ പഴക്കമുള്ള പുണ്യപ്രവാചകരുടെ കാലത്ത് ലോകത്ത് പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആശയമാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ബാക്കിയുള്ളവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും, ഏത് അഡ്രസ് കൊടുത്താലും, ഏത് ഇനീഷ്യലിന്റെ പേരിൽ അറിയപ്പെട്ടാലും തങ്ങളുടേതായ ആശയങ്ങൾക്ക് ഈ പറയപ്പെട്ട പാരമ്പര്യം അവകാശപ്പെടാൻ ഇല്ലാത്ത കാലത്തോളം സ്വർഗീയ പ്രാപ്തി ഒരാൾക്കും സാധ്യമല്ല. അത് കോലം നന്നായതുകൊണ്ടോ, ചേല് നന്നായതുകൊണ്ടോ, സംസാര ഭാഷ ഉഷാറായതുകൊണ്ടോ, താടി 1 മിനിറ്റിൽ 4 വട്ടം ചീർപ്പിട്ട് വാർന്നതുകൊണ്ടോ അതൊന്നും നന്നാവില്ല. അത് മനസ്സിന്റെ ഉള്ളിൽ അവന്റെ വിശ്വാസത്തിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് നോക്കണം. നല്ല നല്ല പരസ്യങ്ങളും നല്ല നല്ല പ്രമേയങ്ങളും സമുദായത്തിൽ കാണിച്ചു കൊടുത്ത് ആളുകളെ ആകർഷിക്കുകയാണ്. ഇവിടെ കോലവും ചോരും ഒന്നും നമ്മളിവിടെ മാനദണ്ഡമാക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം. അള്ളാഹുവിന്റെ ദീനാണ് ശരിയായ ദീനെന്ന് പടച്ചറബ് പഠിപ്പിച്ചതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ദീനിന്റെ നിയമങ്ങൾ പടച്ചൊരു നൂലുമ്പ് കെട്ടിക്കാണ്ടിങ്ങനെ ഇറക്കി തന്നതാണെങ്കിൽ നമുക്ക് പലതും ഇവിടെ സമർപ്പിക്കാമായിരുന്നു.
അങ്ങനെ അല്ലല്ലോ ഈ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അതാത് സമയങ്ങളിൽ അതാത് കാലങ്ങളിൽ വിഷയങ്ങളിൽ ബന്ധീകരിച്ചുകൊണ്ട് പടച്ച റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുക്കുന്നു. ആ തനിക്ക് കിട്ടിയ വഹി എന്ന് പറയും അറബിയിൽ അതിന് ദിവ്യ സന്ദേശങ്ങൾ. അതിനെ തന്നോട് കൽപ്പിക്കപ്പെട്ടതിന്റെ മാനദണ്ഡത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുണ്യപ്രവാചകർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദേശങ്ങളെ തന്റെ മുമ്പിലുള്ള അനുചരന്മാരായ സ്വഹാബികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പരമ്പരകളായി കർണികളായി പാരമ്പര്യമായി കൈമാറി വന്ന പരിശുദ്ധമായ ഇസ്ലാം സ്വഹാബികളുടെ കൈവശമെത്തുകയും ആ സ്വഹാബികൾ കേരളമടക്കമുള്ള തമിഴ്നാടടക്കമുള്ള കർണാടക അടക്കമുള്ള അവർ എവിടൊക്കെ വന്ന് ആ നാടുകൾ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ കൈമാറി വന്ന ദീനാകുമ്പോൾ തങ്ങളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും 1500 കൊല്ലത്തെ പാരമ്പര്യം വേണമല്ലോ, വേണം. അതില്ലാതെ നല്ല ആശയങ്ങളാണ് പറഞ്ഞത്, അത് നല്ലൊരാശയമാണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ആശയം പറയാത്തവരാണുള്ളത്. ഇവിടെ രാമായണവും മഹാഭാരതവും ബൈബിളും അതുപോലെ നിരീശ്വരവാദികളുടെ പുസ്തകങ്ങളും പ്രസംഗങ്ങളൊക്കെ നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞില്ലേ? ഇവിടെ നോക്കിയാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹിന്ദു സുഹൃത്തു അവർ ശബരിമലയിലേക്ക് പോകുന്ന സീസണാകുമ്പോൾ 40 ദിവസത്തെ നോമ്പെടുത്ത് കഴുത്തിൽ രുദ്രാക്ഷമാരാണെങ്കിൽ നെറ്റിയിൽ തന്നെ പൊട്ടുതൊട്ട് അവർ സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തങ്ങളുടെ അമ്പലത്തിന്റെ മുമ്പിലുള്ള കുളത്തിൽ പോയിട്ട് നല്ല മകരത്തിന്റെ മരം പോറ്റുന്ന തണുപ്പിൽ മുങ്ങിക്കുളിച്ച് അമ്പലത്തിൽ വന്ന് തങ്ങളുടെ പ്രതിഷ്ഠയുടെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ അവർ പൂജിച്ചിട്ട് അവർ പറയുന്നത് കൗസല്യ പൂർവജാരാമ പൂർവസന്ധ്യ പ്രവൃത്തത് ഉച്ചിഷ്ടോ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം ഉച്ചിഷ്ടോ കൃഷ്ണഗോവിന്ദ ഉച്ചിഷ്ടോ ഗരുഡധ്വജ ഉച്ചിഷ്ടോ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. എന്റെ പേരിന്റെ ഇത്ര അമ്പലുണ്ട് എന്ന് രാവിലെ കാണാതെ പഠിച്ചോ. ഈ രാമായണത്തിലെ ഈ വരികൾ എത്ര സുന്ദരമായ ആശയമാണ്. ലഫ്ലിന് അർത്ഥം പറയാൻ പറ്റില്ലെങ്കിൽ അതിന് വൽഹാസം എന്ന് പറയാനാണ്. രാമയുടെയും സീതന്റെയും ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിന് രാജ്യത്തെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ കഴിയില്ല. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും ജൈനന്റെയും നിരീശ്വരവാദിയുടെയൊക്കെ ശരീരത്തിലൂടെ ഒഴുകുന്നത് ചുവന്ന രക്തമാണ്. ആ ചുവന്ന രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അകാരണമായി ആക്രമിക്കരുത്, ഇവിടെ മതസൗഹാർദ്ദം വേണം എന്നാണ് ഈ വരി പഠിപ്പിക്കുന്നത്. ഇത് നല്ലൊരാശയാണെന്ന് ഞാൻ തന്നെ കുറച്ചുകാലം എനിക്ക് അങ്ങോട്ട് പോവുകയാണ് എന്നൊരാൾ പറഞ്ഞാൽ ഓനാണ്ട് പോകാനല്ലാതെ ആശയം നോക്കലാണ്. ഇവിടെ നല്ല നല്ല സാഹിത്യകാരന്മാര് MP വാസുദേവൻ നായരെ പോലെയുള്ള സാഹിത്യകാരന്മാർ എത്ര നല്ല നല്ല ആശയങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചാൽ പൊട്ടാത്ത സാഹിത്യത്തിന്റെ വാക്ക്. ഇത് താല്പര്യം ഞാൻ കുറച്ചാൽ ഇതിന്റെ രചനാന്ന് പറഞ്ഞ് ഓനാണ്ട് പോകാമെന്നല്ലാതെ ഇവിടെ പറയുന്ന വാക്ക് സാഹിത്യമാണോ, ഇവിടുത്തെ തുണികുപ്പായും നല്ലതാണോ, പോണ കാറ് വരുന്നതാണോ, ഇതല്ല മാനദണ്ഡം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസം ആര് പഠിപ്പിച്ച വിശ്വാസമാണ്, എവിടെ നിന്ന് കിട്ടിയ വിശ്വാസമാണ്, ആ വിശ്വാസത്തിന്റെ രേഖയും പാരമ്പര്യവും എവിടെ എത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കണം. ആ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ ചിത്രത്തിന്റെ പാത അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 90 വർഷം എന്നത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേക വിശ്വാസ പ്രമാണത്തിന്റെ പഴക്കമല്ല. സമസ്ത പ്രത്യേക വിശ്വാസം ഇവിടെ കൊടുത്തിട്ടില്ല, സമസ്ത പ്രത്യേക ഒരു ആവേശം ഇവിടെ കൊടുത്തിട്ടില്ല. സമസ്ത ചെയ്തത് പാരമ്പര്യമായ വിശ്വാസാചാര പ്രമാണങ്ങളെ അത് സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റും കെട്ടിയുണ്ടാക്കിയ ശക്തമായ മതിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ പറയപ്പെട്ട സ്വഹാബികൾ കൊണ്ടുവന്നത്, ഈ സ്വഹാബികൾ ഈ ദീനിവിടെ കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഹിജ്റ 5-ാം വർഷം കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിജ്റ 5-ാം വർഷം കേരളത്തിൽ പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റ 11-ാം വർഷത്തിലെ നബി തങ്ങൾ വഫാത്താകുന്നത്. അപ്പൊ നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഇവിടെ പള്ളി എന്ന് പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ ഹയാത്തുള്ള കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ദീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരല്ല. ഈ പറയപ്പെട്ട സ്വഹാബികൾ
ഈ കേരളത്തിൽ വരുന്ന സമയത്ത് ഈ സ്വഹാബികളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ മാർഗത്തിലാകുമെന്ന് പഠിപ്പിച്ച സ്വഹാബികൾ ഇവിടെ വരുമ്പോൾ ആരാവരുണ്ടായിരുന്നത്? പറയരൂ ആരും അസ്മാനൊന്നുമല്ല. ഈ പറയപ്പെട്ട സ്വഹാബികൾ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ്, ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടക്കാരാണ്. അവർ ഈ വന്ന ആളുകൾ നല്ലവരാണെന്ന് മനസ്സിലാക്കി അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, അവരുടെ ആരാധനാ രീതി ഇതിൽ കണ്ട് ആകൃഷ്ടരായി ചക്കക്കുരുന്റെ വലിപ്പുള്ള ബോംബ് പോലും പൊട്ടിക്കാതെ കത്തിയോ അതുപോലെ വാളും കാണിക്കാതെ സ്വമേധയാ ദീനിലേക്ക് കടന്നു വന്ന ആളുകൾ. ഓന് പഠിച്ച ദീനേതാ? ഈ സ്വഹാബികൾ കൊണ്ടുവന്ന ദീന്. ഇവിടുന്ന് സ്വഹാബികൾക്ക് ദീന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾ കൊണ്ടേ കിട്ടി, അത് ജിബിരി അലൈഹിസ്സലാം കൊണ്ടേ കൊടുത്തു. ജിബിരിയിൽ കൊണ്ടേ കിട്ടി, അത് പഠിച്ചു കൊടുത്തു. ഈ വന്ന പരമ്പരയിൽ ആരാണ് പുതിയത് കൂട്ടിച്ചേർത്തത്? അള്ളാഹ് ഏതാനും കൂട്ടിച്ചേർക്കുന്ന കാരണം ഓന്റെ ദീനാണ്. ജിബിരി അലൈഹിസ്സലാമോ തീരെ കൂട്ടിച്ചേർക്കുന്ന കാരണം ജിബിരിയിൽ മനക്കാണ്. മനക്കുകളിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അങ്ങനെയാണ്. ബാക്കിയുള്ള എങ്ങനെ വിശ്വസിച്ചാലും മതിയില്ല. എന്താണോ പടത്തോട് കൽപ്പിച്ചത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അത് അതുപോലെ ചെയ്യുന്നവർ, അതാണ് മനക്കുകൾ. നാം മൂന്നാമത്തെ കളി നബിതങ്ങളാണല്ലോ. ആണ്. ആ നബിതങ്ങളിൽ വല്ലതും കൂട്ടിച്ചേർക്കുമോ? ചേർക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ദീനിന്റെ ലേഖനം പുറത്താണ്. നബിതങ്ങൾ അടക്കമുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് അന്നഹും മഅസൂമൂന മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ ഖബല നുബുവത്തി വബഅദഹാ. നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും ഒരു പാപവും ചെയ്യാത്ത പാപ സുരക്ഷിതർ മഅസൂമുകളാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരിൽ ഏറ്റവും സുരക്ഷിതരാണ് സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ നാലാമത്തെ പാർട്ടാര അത് മഹാന്മാരായ സ്വഹാബികളാണ്. ഈ സ്വഹാബികളിൽ ആരെങ്കിലും ഇത് കൂട്ടിച്ചേർക്കോ? ചേർക്കുമെന്ന് വിശ്വസിക്കരുതെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. സ്വഹാബികൾ ആരെ നിങ്ങൾ പിൻപറ്റിയാലും, ഇന്നോനെ പിൻപറ്റിയാലുമല്ല, കുറച്ചാൾക്കാരെ പിൻപറ്റിയാലുമല്ല, ഇന്ന കാലക്കാരെ പിൻപറ്റിയാലുമല്ല, അങ്ങോട്ട് വന്നോലെ പിൻപറ്റിയാലുമല്ല, അവരിൽ നിന്ന് ആരെ പിൻപറ്റിയാലും ഇഹ്തദൈതും നിങ്ങൾ ഹിദായത്തിന്റെ മാർഗത്തിലാകും. ഈ പഠിപ്പിച്ച സ്വഹാബികളാണ് കേരളക്കാരെ ദീൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവർ പഠിപ്പിച്ച ദീന് ശരിയായ തനതായ ശൈലിയിലും തനതായ രൂപത്തിലും അത് അതുപോലെ ആവാഹിച്ചെടുത്ത കേരളീയ സമൂഹം വളരെ ഭാഗ്യവാന്മാരാണ്. അതിലുപരി ഏറ്റവും വലിയ നിഅ്മത്തിന്റെ ഉടമകളാണ് കേരളീയ സമൂഹം. പാരമ്പര്യമായി കിട്ടിയ പരിശുദ്ധമായ ദീൻ, ആ ദീനിനെ സംരക്ഷിക്കാനാണ് 1926 മഹാന്മാരായ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ രൂപീകരിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടുത്തെ മഹാവീരസ്ഥാനം മുജാഹിദായാലും ജമാഅത്തായാലും തബ്ലീഗായാലും തൽബീഗായാലും ഖാദിയാനിയായാലും ശേഖനൂരായാലും മൗദൂദിയായാലും ഏതായാലും ഈ പറയപ്പെട്ട സംഘടനകളൊക്കെ തങ്ങളുടെ ആശയങ്ങൾ ഉണ്ടാക്കിയ ഒരാളുണ്ട്. ഒന്നിക്ക് അബുൽ അഅ്ല മൗദൂദി, ജമാഅത്തുകാരനാണെങ്കിൽ അബുൽ അഅ്ല മൗദൂദി, അയാൾ ഉണ്ടാക്കിയ ആശയം 73 കൊല്ലത്തെ പാരമ്പര്യം. അതല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് ലഘുകാരൻ, അയാളുണ്ടാക്കിയ വഹാബി പ്രസ്ഥാനത്തിന് അങ്ങേ തല കൂട്ടിയാൽ 230 കൊല്ലത്തെ പാരമ്പര്യം. അതിനപ്പുറത്ത് കൂട്ടാൻ നിർവാഹമില്ല. പരമാവധി കൂട്ടിയാണ് ഈ പറഞ്ഞത് 230 കൊല്ലത്തെ പാരമ്പര്യം. തെബീഗ് ജമാഅത്തുകാരനാണെങ്കിൽ ജനാബ് മുഹമ്മദ് ഇല്യാസിൻ സാഹിബിന്റെ തെബീഗ് ജമാഅത്തുകാരനാണെങ്കിൽ ഏറി വന്നാൽ 73 80 കൊല്ലത്തെ പാരമ്പര്യം. ഈ ഭാഗത്തെ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയുടെ ഖാദിയാനിസം അഥവാ അഹമ്മദിയ മുസ്ലിം ജമാഅത്താണെങ്കിൽ 180 കൊല്ലത്തെ ഒരു പാരമ്പര്യം. ഇങ്ങനെ കണക്കൂട്ടിയാൽ ചേകനൂരിസമാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന വർഷത്തെ പാരമ്പര്യം. ഇതൊക്കെ പാടാണ് കൂട്ടിയാലും ഒരു 300 വർഷത്തിന് അപ്പുറത്തേക്ക് വിശ്വാസ ആചാര പ്രമാണങ്ങൾക്ക് പാരമ്പര്യമില്ലാത്ത ഈ ബിദ്അത്തുകാർ ഇവർ പറയുന്നതാണോ ഒന്നാമത് പരിശുദ്ധമായ ദീൻ? അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചതും ദീന് വന്നതുമായ ഈ ഫിത്റത്തിന്റെ പാത ഏതടിസ്ഥാനത്തിലാണ് നമ്മൾ വലിച്ചെറിയുന്നത്? ഇത് ഭൗതികമായ ലോകമാണ്. ഇത് കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ആരെങ്കിലും നെയ്ച്ചോറിന്റെ അരിന്റെ നാളിൽ കുറച്ച് എന്താ പറയാ ഒരു നെയ്യിന്റെ ഒരു വേക്കും കുറച്ച് സവാളയും കൊണ്ടുവന്നാൽ മാറേണ്ടതാണോ നമ്മുടെ ദീന്? അങ്ങനെ മാറേണ്ടതാണ് നമ്മുടെ വിശ്വാസം. നെയ്ച്ചോറിന്റെ അരിയൊക്കെ വാങ്ങിക്കോളും, നെയ്ച്ചോറിന് ശുദ്ധം കുമ്പളൊന്നും ഉണ്ടാവും. അതിന്റെ പേരിൽ മീറ്റിങ്ങിന് പോയി, യോഗത്തിന് പോയി, അങ്ങനെ മാറേണ്ടതാണ് വിശ്വാസം. എനിക്കങ്ങനെ തോന്നിയത്. ഞാൻ വിചാരിച്ചത്, എനിക്കങ്ങനെ മനസ്സിലായത് സാധു അതിന്റെ പേരിൽ ദീനല്ല,
അതിന്റെ പേര് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ ജുമാഅത്ത് പോയിരിക്കുമ്പോ അറബിയിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത് മനസ്സിലാകണില്ല. അപ്പുറത്തെ പള്ളിയിൽ പോയാലും മലയാളത്തിലാണ്. അപ്പൊ നാം തിരുന്നുണ്ട് മലയാളത്തിലാകണമെന്നാണ് എന്റെ അഭിപ്രായം. അത് എന്റെ അഭിപ്രായമാണ്. ഖുതുബ സ്വഹീഹാകണമെങ്കിൽ അറബിയിലായിരിക്കണമെന്നത് ഖുതുബയുടെ ഷർത്താണ്. ഖുതുബ വെറും പ്രസംഗമായാൽ ജുമുഅത്തിന്റെ മീറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലായത്, എനിക്കങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം എന്ന് പേര് പറയില്ല, അതിന് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം എന്ന പേര് പറയാം. ആയിക്കൂടെ അങ്ങോട്ട് പോയാൽ സ്വർഗപ്രാപ്തി സാധ്യമല്ല. ലക്ഷ്യം നന്നായാൽ പോരാ, അതിലേക്കുള്ള മാർഗവും കൂടെ നന്നാകണം. ഇവിടെ ഓരോ സംഘടനക്കാർ ഓരോ ഓഫറാണ്. ചിലർ പറയും ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ചിരിച്ചു മരിക്കാം. അതൊക്കെ ഒരു ഓഫറാണ്, ചിരിച്ചു മരിക്കാം ഞങ്ങളൊപ്പം കൂടിയാൽ. വലിയ കോളായി പോയി. ചിരിച്ചു മരിക്കാൻ നിങ്ങളെ കൂടെ കൂടേണ്ടതില്ല. സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്തിൽ പടച്ചവൻ പഠിപ്പിച്ചതനുസരിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിച്ചാൽ ചിരിച്ചുകൊണ്ട് മരിക്കാമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഒരാൾ ഇസ്തിഖാമത്തിൽ ജീവിച്ചാൽ, അത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരമ്പര അനുസരിച്ച് അള്ളാഹ് ആദരിച്ചതിനെ ആചരിച്ച് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് നല്ല വട്ടത്തിൽ ഒരാൾ ജീവിച്ചാൽ, എത്ര കാലമാണോ അയാൾക്ക് അള്ളാഹു ആയുസ് കൊടുത്തതെങ്കിൽ ആ ആയുസ് പൂർത്തിയാൽ മരിക്കണ നേരത്തെ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ തോനെടുത്തു വരും. റഹ്മത്തിന്റെ മലക്ക് എന്നിട്ട് ഓനോട് പറയും, പൊന്നു സഹോദര, അല്ലാ തഖാഫു വലാ തഹ്സനു, ബേജാറാകണ്ട, വിഷമിക്കേണ്ടതില്ല, ഞങ്ങൾ റഹ്മത്തിന്റെ മലക്കുകളാണ്, മരിക്കാണല്ലോ എന്ന് കേട്ടിട്ട് ബേജാറാകണ്ട. ഇന്ന സംഘടനയിലെ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞേച്ചാണെന്നല്ല അയാളോട് പറയുന്നത്. നീ ഇസ്തിഖാമത്തിൽ ജീവിച്ചാലല്ലേ. അതുകൊണ്ട് അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. ഇസ്തിഖാമത്തിൽ നീ ജീവിച്ചതുകൊണ്ട് ബേജാറാകണ്ട, അനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറയാൻ അള്ളാഹ് പറഞ്ഞേച്ചതാണ് ഞങ്ങളെ. അബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. അനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ അറിയിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാണ്. ഇത് കൊണ്ട് കേൾക്കുമ്പോഴേക്ക് സ്വർഗത്തിന്റെ വാസന മൂക്കുകൂടെ നടിച്ചു കയറാൻ നൂറിൽ നിങ്ങളെങ്ങനെ കാണാൻ ഓട്ടോമാറ്റിക്കായി ചിരിക്കൂലേ, ചിരി വരൂലേ, ഓൻ മറ്റൊരു സംഘടന കൂടണമെന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരെ തെസ്ലീസാക്കാൻ വേണ്ടിയിട്ട് കുറേ സംഘടനകൾ. ഇതിങ്ങനെ കൊടപ്പറമ്പൊക്കെ ചെല്ലുപാല് എറിഞ്ഞമാർക്ക് അത് കൊടുകൂട് പ്രസംഗങ്ങൾ. ഒരു മിനിറ്റിന് ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ 25 ആയത്തോത. ഇങ്ങനെ ആയത്തോതിയത് കരുതിയിട്ട് അത് തൗഹീദിന്റെ വശം. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഈ മഹിതമായ സംഘടന രൂപീകരിക്കാൻ തന്നെ മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾക്ക് സംഘടന രൂപീകരിക്കാൻ പഠിച്ചവനെ തോന്നിപ്പിച്ച് തന്നെ ഇങ്ങനത്തെ ആളുകളെ സമുദായത്തെ രക്ഷപ്പെടുത്താനാണ്. ഒന്നും തിരിയാത്ത സാധുക്കളായ ആളുകൾ അതും ശരി തന്നെയാണ്, ഇതും ശരി തന്നെയാണ്, ഒരു പറഞ്ഞു ശരി. എങ്ങനെ 2 ശരി ഉണ്ടാവും? ഒരു ശരി ഒരു തെറ്റി. അങ്ങനെ തന്നെ ഒരു ശരി ഒരു തെറ്റി, 2 ശരി ഉണ്ടാവില്ല. ഒരു ശരി ഒരു തെറ്റി. ഒന്ന് ഖൈർ ഒന്ന് ഷർറ്, ഒന്ന് തൗഹീദ് മറ്റൊന്ന് ശിർക്ക്, ഒന്ന് രാവ് മറ്റൊന്ന് പകല്, ഒന്ന് സ്വർഗ്ഗം മറ്റൊന്ന് നരകം. അങ്ങനെ തന്നെ 2ൽ കൂടി കാലിട്ടാൽ നാടാള് കയറും. കുറച്ചും പോകണ്ടാവില്ല. ഞാൻ അതിലുണ്ട്, ഞാൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ തോണിയിലും കാലിച്ച് ഈ തോണിയിലും കാലിച്ചാൽ ഈ തോണി അങ്ങോട്ടും പോകാം, മറ്റേ തോണി ഇങ്ങോട്ടും അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനത്തെ ജീവിതം പരാജയപ്പെടുന്ന കൂട്ടത്തിൽ പോയപ്പോൾ ഈമാൻ ഉറപ്പിച്ചു നിർത്തണം. ഈമാൻ ഉറപ്പിച്ചു നിന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അയക്കൂല്ല, ഞാൻ ഹിബീക്കൂല്ല, ഞാൻ അതിന്റെ ആളല്ല, ഞാൻ ഇതിന്റെ ആളല്ല എന്ന് പറഞ്ഞ പൊന്നു സഹോദര, സ്വർഗമാകുന്ന ലക്ഷ്യപ്രാപ്തി നിനക്ക് സാധ്യമല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ചുരുക്കത്തിൽ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക, മണ്ടേന്ന് വിളിച്ചത് നമ്മൾ വ്യാഖ്യാനിക്കാതിരിക്കുക, എനിക്കങ്ങനെ തോന്നിയതെന്ന് പറയാതിരിക്കുക. പടച്ച റബ്ബ് ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു, പുണ്യപ്രവാചകർ എന്ത് പറഞ്ഞു, അതിന്റെ താഴെ ഇജ്മാഅ് ഖിയാസ് അടക്കമുള്ള നമ്മുടെ പ്രമാണങ്ങൾ എന്ത് പറഞ്ഞു, നമ്മൾ അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ ഇതിൽ പ്രയാസങ്ങളൊന്നും വരാനില്ലല്ലോ. നോക്കൂ, നിങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട MP സാദ് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായി ഒരുപാട് കാലമായി ഈ കേരളീയ മുസ്ലിം സമൂഹത്തെ ശിർക്കും കുഫ്റും ആരോപിച്ച് സ്വർഗത്തിനും നരകത്തിനും മനുഷ്യന്മാർ റിക്രൂട്ട് ചെയ്യാം. ഇവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരായ ആളുകളോടും അല്ലാത്തവരോടും ഞാൻ പറയാം, എന്താണ് ശിർക്ക്, എന്താണ് കുഫ്ർ? ഇങ്ങനെ നമുക്കെല്ലാം നിർവചനം പഠിച്ചാൽ ശിർക്കിന്റെയും കുഫ്റിന്റെയും നിർവചനം പഠിക്കണം. എന്താ ശിർക്കും കുഫ്റും, എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്? മുൻഗാമികളായ മഹത്തുക്കൾ ഇതിന് താരീഫ് പറഞ്ഞിട്ടില്ലേ? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. സാധാരണക്കാർക്ക് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്
തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവ വിശ്വാസം. അത് പഠിപ്പിക്കാനാണ് സൂറത്തു തൗഹീദ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇറക്കിയത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. എല്ലാ വിഷയത്തിലും അല്ലാഹു അഹദാണ്, അല്ലാഹു നിരാശ്രയനാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. ബഹുദൈവ വിശ്വാസം ശിർക്ക്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസവും ശിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസവും. അപ്പൊ മൗലൂദ് ഓതാൻ എങ്ങനെ ശിർക്ക് എന്ന് പറയാം? മൗലൂദ് ഓതാ എന്ന് പറഞ്ഞാൽ ബഹുദൈവത്തെ വിശ്വസിക്കലാണോ? മൗലൂദ് അംഗീകരിക്കാത്തവർക്ക് തെറ്റെന്ന് പറയാം. എനിക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയാം, അത് കൂലി കിട്ടില്ല എന്ന് പറയാം. പക്ഷെ മൗലൂദ് ഓതൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്താ ശിർക്കിന്റെ നിർവചനം? ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യ, അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിൽ പങ്കു ചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയാ. ബഹുദൈവ വിശ്വാസം നബികൾ നടത്തുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? മരിച്ചോടത്ത് ദ്വാരക്കുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? കുതുബിയത്ത് നടത്തുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? ആണ്ടനുസ്മരണങ്ങൾ നടത്തുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? അംഗീകരിക്കാത്തവർക്ക് തെറ്റാണെന്ന് പറയാം. ശിർക്ക് എന്ന് പറയുന്നത് ഗുരുതരമായ പാപകേടാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായ വിജ്ഞാനത്തിന്റെ അഭാവമാണ് ഇങ്ങനത്തെ ദുരാരോപണങ്ങൾ. ശിർക്കിൽ പറഞ്ഞൊരു കച്ചവടമല്ല. ഏതായാലും ഇതിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ രൂപത്തിൽ സമുദായത്തെ വഴിപെടുത്തിക്കുക. ഒരു നരകത്തേക്ക് വെറും നരകത്തേക്ക് മറ്റൊരു നരകത്തേക്ക്. നിങ്ങൾ 4 ആൾക്കാർ സ്വർഗത്തിൽ. നിങ്ങളെന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഓഫീസിന്റെ 4 മൂലുള്ള റൂമെന്നിട്ട് കഴിക്കുന്നത്. സ്വർഗം എന്ന ചങ്ങായിമാർ എത്ര ദഹനം വെൽക്കൊണ്ട് സ്വർഗം. അതിന്റെ വിശാലത കൂടാൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും സ്വർഗത്തിന് പോയിക്കോട്ടെ എന്ന് സന്മനസ് എല്ലാവർക്കും വേണം. എല്ലാവരും സ്വർഗത്തിന്റെ ആളുകളാകണം. എല്ലാവരെയും ഫിത്രത്തിന്റെ പഹതയിലൂടെ മുന്നോട്ട് പോകണം. ആരും നരകത്തിന് പോകരുത് എന്നുള്ള നല്ലൊരു നിയത്തെങ്കിലും മനസ്സിലുണ്ടാകണ്ടേ. കൂടുതലില്ലെങ്കിലും ഓല് ശിർക്ക്, ഇവര് ശിർക്ക്, ഓല് മുശ്രിക്ക്, ഇവര് മുശ്രിക്ക്, സുന്നിയാള് മുഴുവൻ മുശ്രിക്ക്, അങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തുകാരുണ്ടാകുക. സ്വർഗത്തിൽ നിങ്ങൾ ഒറ്റക്ക് പോകുമ്പോൾ പേടിയാവില്ല സ്വർഗത്തിൽ പോയിരിക്കുമ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ട് അയ്യാതി നാമൂസും വർത്താനവും പറയാതെ നേരാമെന്ന് വിശ്വസിക്കുന്നത് വിശ്വസിക്കുക, നേരാമെന്ന് പറയേണ്ടത് നമ്മൾ പറയാം. നോക്കൂ, നിങ്ങൾ ഈ കാലഘട്ടം വരെ ദുആക്ക് ഇജാബത്തുള്ള മഹാന്മാരുടെ അരികിൽ ചെന്ന് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ നിന്റെ കാര്യത്തിൽ നിങ്ങൾ ദ്വാരക്കണം കേട്ടോ, നിന്റെ കാര്യത്തിൽ നിങ്ങൾ ദ്വാരക്കണം എന്ന് നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളോട് പോയി ദുആ കൊണ്ടേൽപ്പിച്ച് അപ്പം പറയും അന്നല്ലേ, എന്തിനാണ് ഇയാളെ വസീലിയാക്കുന്നത്, അന്നാം അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞ് നമ്മളൊപ്പം പഞ്ചറായ സൈക്കിളെടുത്ത് കൂടിയിരുന്ന മുജാഹിദിന്റെ നേതാക്കന്മാർ ഇസ്തിഖാമയുടെ ശക്തമായ ഇടപെടൽ കാരണം ആദർശ പ്രഭാഷണത്തിന്റെ ആ അനന്തരഫലമായി മാറി ചിന്തിച്ചില്ലേ, മാറി പറയേണ്ടി വന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിന്റെ അടുത്തവരായ ആളുകളോട്, നേരിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകളോട് നമ്മൾക്ക് ചോദിക്കാം എന്ന് പറയേണ്ടിടത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആശയം മാറ്റി തുടങ്ങി. അൽഹംദുലില്ലാ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലെ ഏറ്റവും വലിയ നേതാവായ സക്കരിയ സ്വലാഹിയോട് സാഹസിൽ വെച്ചൊരു ചോദ്യം. എന്താ ചോദ്യം? അള്ളാഹു അടുത്തവനാണ്, നേരിട്ട് ചോദിക്കാം. ആ നേരിട്ട് അടുത്തിരിക്കുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കാം. ഇതെല്ലാം നമ്മൾ പറയണത്. എന്നാൽ പിന്നെ എന്തിനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ യാക്കൂബ് നബിയെ ഇടയാളനാക്കിയത്? യാക്കൂബ് നബിയുടെ മക്കൾക്ക് നേരിട്ട് അള്ളാഹുവോട് ചോദിക്കാലോ. ആ നേരിട്ട് അള്ളാഹുവോട് ചോദിക്കാതെ പ്രതിസന്ധി വന്നപ്പോൾ യാക്കൂബ് നബിയുടെ മക്കൾ എന്തിനാണ് യാക്കൂബ് നബിയോട് ചോദിച്ചത്? അത് അംഗീകരിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടുന്നവരോട് ദ്വാരിപ്പിക്കാം എന്ന് വരുവാനോ, നേരിട്ട് അള്ളാഹുവോട് ചോദിക്കാതെ അള്ളാഹുമായിട്ട് അടുത്തവരോട് നമുക്ക് ചോദിക്കാനോ അവരോട് ദ്വാരിപ്പിക്കാനോ എന്ന് ചോദിച്ചപ്പോൾ സക്കരിയ മൗലവിയുടെ മറുപടിയും ആ ചോദ്യം ഒന്ന് കേൾക്കും. നിങ്ങള് അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിയെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? അതിലാണ് സംശയം. അപ്പൊ യാക്കൂബ് നബിയുടെ മക്കൾ എന്തുകൊണ്ട് യാക്കൂബ് നബി ഇടയാളനാക്കി? ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രമേ എന്നാണ് പ്രയാസാക്കിയാൽ മതിയല്ലോ. മറുപടി ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അതിനോട് പ്രശ്നമില്ലല്ലോ.
അതിനല്ല നമ്മളും പറയുന്നത്. സ്വന്തം പ്രാർത്ഥിക്കും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരോട് പ്രാർത്ഥിപ്പിക്കും ചെയ്യാം. പിന്നെ ദക്ഷിണാങ്ങൾ ഞങ്ങളെ ബാക്കിൽ കൂടിയായിട്ട് നിങ്ങൾ ശിർക്കാണ് മുശ്രിക്കാന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങൾ ഇതിന്റെ മുമ്പ് പറയാഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞില്ല? മുമ്പ് പറയാത്ത എന്താ നിങ്ങള്? കഴിഞ്ഞൊല്ലം പറഞ്ഞതല്ല ഇക്കൊല്ലം പറയണ തൗഹീദ്, ഇക്കൊല്ലം പറയണ തൗഹീദ് അവർ അടുത്തൊല്ലം പറയണത്, ഈ 3 കൊല്ലം പറഞ്ഞതാവില്ല, പിന്നത്തൊല്ലം പറഞ്ഞത് മഴക്കാലം മാറുന്ന സാധനം ഈ തൗഹീദ് പറഞ്ഞാൽ എന്നും പറയണത് ഒന്നായാൽ കളങ്കപ്പെടേണ്ടതില്ല. കലക്കുന്ന വരട്ടെ, ഇതൊക്കെ കേൾക്കാൻ വലിയ പൂതിന്റെ ഇവരുടെ വാക്കിൽ നാട്ടിൽ നിന്നോ. യഖ്നബിന്റെ മക്കള് പിന്നെ യഖ്നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എന്റെ സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. അങ്ങനെ നമുക്കും ആവശ്യപ്പെടാം. നമുക്ക് ഇയാളല്ല നമ്മൾ പണ്ടേ അങ്ങനെ ചോദിക്കുന്നതാണല്ലോ അല്ലേ? നമുക്കും ആവശ്യപ്പെടാമെന്ന് പറഞ്ഞാൽ മുജാഹിദുകളും ഈ ആശയം തുടങ്ങണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ ഓർന്നെങ്കിലും ക്ലാസ് ഒന്ന് കുണാപ്പിച്ചാൽ ആരും കേൾക്കൂലെന്ന് കരുതിയങ്ങൾ. അള്ളാന്റെ ദീനെന്ന് പറഞ്ഞ പറയേണ്ട രൂപത്തിൽ പറയുമ്പോൾ ഉള്ളത് പറയേണ്ടി വരും. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. സമയപരിമിതി മൂലം മറ്റു വിഷയങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ അതിലേക്ക് കടത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതുപോലെ സ്വഹാബികൾ വന്ന് നബിയോട് മനോഹരപ്പെടുന്നു വരട്ടെ. സ്വഹാബികൾ വന്ന് നബിനോട് മഴയ്ക്ക് ദ്വാരക്കാൻ പറഞ്ഞു. അപ്പൊ നബി എന്ത് പറയണം? ചങ്ങായിമാരെ ഇതൊക്കെ ചുരുക്കിക്കണം, നിങ്ങൾ അല്ലല്ലേ അള്ളാനോട് നേരിട്ടാണ് പറഞ്ഞോളി എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. നബി തങ്ങൾ എന്ത് ചെയ്തു? മിമ്പറും വരെ കയറിയിട്ട് ദ്വായർ കൊടുത്തു. മഴ ആവശ്യപ്പെട്ട് വന്ന ആൾക്കാർക്ക് ദ്വായറിന് മാത്രമല്ല മഴ കെട്ടി ചെയ്തു. ഒരിഞ്ഞ മഴ, നിൽക്കാത്ത മഴ. ഈ മനുഷ്യന്മാരെ പിന്നെ വന്നുകൊണ്ട് പറഞ്ഞു, പൊന്നാരെ നബിയെ മഴ കൊണ്ട് മുറിഞ്ഞിട്ട് വെറ്റിത്തരണം. നബി പിന്നെയും ദ്വായർന്ന് മഴ നിന്നു. ഇങ്ങനെ സംഭവമുണ്ടെന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? ഞങ്ങളത് പണ്ട് പറയാതിരുന്നത്? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മഹാന്മാരായ മഹത്തുക്കളായ ആളുകളെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിച്ചപ്പോൾ ആ ദുആ ചെയ്യിപ്പിക്കുന്നത് പടച്ചവന് ശിർക്ക് ചെയ്യുന്നവനെയാണ്. അള്ളവിടെ ഉണ്ടായിരിക്കെ അള്ളല്ലാത്ത മറ്റൊരാളോട് എന്തിനാങ്ങൾ ദ്വാരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാളുകൾ അത് സുന്നത്താണ്, അത് നബി തങ്ങൾ ചെയ്തതാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരൊറ്റ മുജാഹിദിന് അന്തം മനസ്സിലാക്കാം. അല്ലാതെ എന്താ ഇതിനൊക്കെ മനസ്സിലാവും? മൂപ്പര് വലിയ കോളായിട്ട് ചോദിക്കുക, ഇതിനൊക്കെ നമ്മക്കെന്താ മനസ്സിലാക്കാം? ഒരൊറ്റ മുജാഹിദിന് അന്തയ്യാണ് മനസ്സിലാക്കാം. അന്തുണ്ടെങ്കിൽ ഈ ഹദീസ് മുമ്പ് പറയില്ലേ, എന്നിട്ട് ആ വിഷയത്തിൽ ആളെ കൊണ്ടുവരില്ലേ? ഈ രൂപത്തിൽ മനുഷ്യന്മാരെ ബസ്വാസാണ് അല്ലേ? തീറ്റാനും പറയാനും കഴിക്കില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. സാധുക്കളായ ആൾക്കാരെ അള്ളാഹുവിന്റെ ഈറ്റ കുടിക്കാനും മേപ്പെട്ട് നോക്കുക. ഇത് ഹദീസിലുണ്ട്, ആയത്തിലുണ്ട്. ഹദീസിലായിട്ടുള്ളത് മാത്രം അള്ളാഹുവിന്റെ ദീന്, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് മാത്രമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ വന്ന പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനിൽ ഇതുപോലത്തെ ചട്ടയും പേജും ഇങ്ങനെ അച്ചടി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. ഇന്ന് മുജാഹിദും സുന്നികളും ജമാഅത്തും ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളും ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ഇങ്ങനത്തെ അച്ചടിച്ച വിശുദ്ധ ഖുർആനിൽ കോപ്പി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തത് അംഗീകരിക്കാത്തവർ ആദ്യം ഇത് തള്ളട്ടെ, അത് തള്ളൂല. അതെന്താ തള്ളാത്ത നിങ്ങള്? ഇവരാണ് അറിയാം. നാട്ടിവസ്ഥാന ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളുകൊണ്ട് മുറിയും. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ഒരു മിതത്വം, എല്ലാവരും ചുറ്റും കൂപ്പറും വാങ്ങിയിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാകില്ല. ഒരു മിതത്വം, ഒരു അടങ്ങി ഒതുങ്ങി നമ്മൾ പഠിക്കാൻ തയ്യാറാണ്, ശരിയാവും. രണ്ടാമത്തെ മാറ്റം, നേരത്തെ ബഹുമാനപ്പെട്ട എം ടി സാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നബിദിനം സംബന്ധമായ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നേതാക്കന്മാരിൽ പലരും മാറി ചിന്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ നേതാക്കന്മാരിൽ ഒരാളായ ചുഴലി അബ്ദുള്ള മൗലവി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞില്ലേ,
എന്താ പറഞ്ഞത്? നബിദിനം നിരുത്സാഹപ്പെടുത്തുന്ന സാധനമല്ല, അത് നടത്തുമോലെ നടത്തിക്കോട്ടെ, നമ്മളിൽ ചുരുക്കും കുപ്പറൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നീ നേതാവല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ചുഴലിയത്തുള്ള മൗലവി, അയാളെ കോരം കണ്ടാങ്ങള് ഏത് പള്ളിക്കത്തെ കാവ്യാറാന്നൊക്കെ കരുതും. അത് കരുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി പറയണത്. ചുഴലി വരട്ടെ. അതേസമയത്ത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമുദായം ചരിത്രത്തെ അയവിറക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തണോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാസമാണ്. റബീഉൽ അവ്വൽ നബി തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാസമാണ്. നബിദിനത്തിൽ നബിന്റെ മദ്ഹുകൾ പറയുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല. അതേസമയത്ത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമുദായം ചരിത്രത്തെ അയവിറക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തണോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും റബീഉൽ അവ്വലിനെ ഒരു സമയം മാത്രമായി അംഗീകരിക്കുമ്പോൾ അതിന് ശരീഅത്തിന്റെ ഹുക്മുകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ മനസ്സിലാക്കി തരാൻ ഉപയോഗിച്ച ഒരു മീഡിയ താരീഖാണ്. അല്ലാഹു പരിശുദ്ധമായ ഇസ്ലാമിനെ സമുദായത്തിന് പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത പല മീഡിയകളിൽ ഒരു മീഡിയ താരീഖാണ്, ചരിത്രമാണ്. ഈ ചരിത്രങ്ങൾ അയവിറക്കാനും ചരിത്രങ്ങൾ പറയാനും ആരെങ്കിലും റബീഉൽ അവ്വൽ തെരഞ്ഞെടുത്തെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല, സ്വാഗതാർഹമാണ്. അത്ര പറയുന്നത് ചരിത്രങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ പൂർവികന്മാരായ അമ്പിയാക്കളെ ചരിത്രങ്ങൾക്ക് സഹാബാക്കൾക്ക് വളച്ചെടുത്തി. ഇമാം ബുഖാരി നമ്മൾ ഇപ്പോൾ ഹദീസുകളിൽ കാണാം. ഞങ്ങൾ സഹാബാക്കളെ എത്തിപ്പിച്ച പൂർവികന്മാരായ മഹാന്മാരെ ചരിത്രം, ആ ചരിത്രം നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടതേ ആയിരിക്കില്ല, വെറും വ്യക്തിപരമായിരിക്കും ആ ചരിത്രം. കണ്ടോള്, നബിതങ്ങൾ മുൻഗാമികളായ ആളുകളുടെ ചരിത്രങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൂട്ടി പറഞ്ഞുകൊടുത്തിരുന്നു. നബി അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ഞമ്മക്കും നമ്മുടെ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് നബിതങ്ങളടക്കമുള്ള മുൻഗാമികളുടെ ചരിത്രങ്ങൾ താരീഖുകൾ പറഞ്ഞുകൊടുക്കാവുന്നതാണ്. അത് നബി ചെയ്തതാണ്. നല്ല ബോധത്തെ പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരികയാണ്. ഇത് താരീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിച്ച ഒരു മീഡിയ താരീഖാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമായിട്ട് റബീഉൽ അവ്വലിന് വലിയ ബന്ധങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിത്വം വിശദീകരിക്കാനും നബിതങ്ങളുടെ ബാല്യകാല ചരിത്രങ്ങളും മറ്റും വിശദീകരിക്കാനും പറ്റിയത് റബീഉൽ അവ്വൽ മാസമാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പല സംഭവങ്ങൾക്കും റബീഉൽ അവ്വലിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നബിതങ്ങളുടെ ചരിത്രം പറയാൻ നമുക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ എടുക്കാം. ഇതിൽ കഴിഞ്ഞ് വേറെ ഒന്നും പൂർവികന്മാരെ മഹാന്മാരെ നൽകിയിട്ടില്ല. നോക്കിങ്ങൾ അയാൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത്. ഇത് മുജാഹിദിന്റെ നിലവിലുള്ള ഏറ്റവും പ്രായമുള്ള നേതാക്കന്മാരുടെ നേതാവാണ്. നബിയുടെ താരീഖ് പറയാൻ ഏറ്റവും ബന്ധപ്പെട്ടത് നബിയുടെ ജന്മമാസമായ റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിന്റെ വേല നടക്കുമ്പോഴോ നബിയുടെ മതികൾ പറയുമ്പോഴോ റബീഉൽ അവ്വൽ പറയുമ്പോഴോ നമ്മൾ ഇവരെ ശുദ്ധം ഗുണമാക്കേണ്ട ആവശ്യമില്ല. ആരാ അങ്ങനെ ആക്കി? നിങ്ങളെ നല്ലാക്കി, ഞങ്ങളാക്കി. അത് ശിർക്കും കുഫ്റാക്കിയ നിങ്ങൾ തന്നെയല്ലേ? അതാണ് ഞങ്ങളും പറയുന്നത്. ഹബീബിന്റെ ജന്മദിനത്തിൽ മദ്ഹ് പറയുമ്പോൾ അത് ശിർക്കും കുഫ്റാക്കേണ്ടതില്ല. അതിന് ശിർക്കെന്താണ്? ആദ്യം പഠിച്ചാൽ പ്രശ്നം തീരും. ഇസ്ബാത്തു ശരീഅത്തി ഫിൽ ഉലൂഹിയ്യ. അടിസ്ഥാനപരമായി ശിർക്കിന്റെ നിർവചനം പഠിച്ചാൽ തിരിയാനും പറയാനും സാധിക്കാതെ മുഴുവൻ എങ്ങനെ ശിർക്കാക്കും? കൂടുതൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തെ വ്യതിയാനം നമ്മൾക്കറിയാലോ. മരിച്ചുപോയ ആളുകളെ, മണ്ണറിഞ്ഞുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ച് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മരിച്ചുപോയ ആളുകൾക്ക് കേൾക്കാൻ പടക്കറബ് കേൾക്കാനുള്ള കഴിവ് കൊടുത്താൽ അവർ കേൾക്കും. നമ്മളങ്ങനെ കൂടുതലൊന്നും അതിനെ സർവർ നടത്തേണ്ടതില്ല. റഖീബ് അസീദ് എന്ന രണ്ട് മലക്കുണ്ട്. ആ റഖീബ് അസീദ് എന്ന രണ്ട് മലക്കുകൾ നമ്മൾ സംസാരിച്ചാൽ കേൾക്കും. എന്നാൽ ഈ റഖീബ് അസീദ് എന്ന രണ്ട് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല. ഒരു മുജാഹിദിന്റെ നേതാവ് പറയാം. അതായത് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കമ്പിൽ മുഖാമുഖത്തിൽ നമ്മുടെ ഇസ്തിഖാമയുടെ ഉസ്താദുമാരുമായിട്ട് വിട്ടാൻ വേണ്ടി വന്ന ആ മൗലവി
അദ്ദേഹം പറയാണ് റഖീബ് അതീദ് എന്ന ഈ രണ്ട് മലക്കുകളുടെ സംസാരം നമ്മൾ കേൾക്കും, ഓരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. അപ്പൊ മറ്റേ മൗലവി ഒരു തമ്മിൽ തന്നെയാണ് ഡിബേറ്റ്. മറ്റേ മൗലവി ചോദിക്കാണ്, അതിപ്പോ എങ്ങനെ ഓരോ സംസാരം കേൾക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കൂല അന്ന് കേൾക്കാത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് പോലെ പറഞ്ഞ കൗലിൻ ഇല്ലാതെ റഖീബിൻ അതീദ്, ഏത് വാക്ക് ചോദിച്ചാലും റഖീബും അതീദും കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓരാൾ ആയത്തേതാ ഇന്നതും ലായസ്മഅക്കും. അതറിയാം, പറഞ്ഞല്ലോ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കണ്ടങ്ങള് ശിർക്കിൽ പറഞ്ഞൊരു കച്ചവടം, അതിൽ താന്നൊരു കച്ചവടമില്ല. അണിഞ്ഞാൽ പിന്നാരും പറഞ്ഞാലൊക്കെ ശിർക്ക് തന്നെയാണ്. ഇത് ശിർക്ക് ആരോപിച്ച് ഇത് പിന്നാണ് നൽകുന്ന പൊട്ടിയന്മാരും 4-5 ഭാഗത്ത് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരാളാണ് വയസ്സായ ആള്, മറ്റു തന്നെ നേരെ എതിർഭാഗത്തിന്റെ ആളുമാണ്. ഒക്കെ തൗഹീദിന്റെ ആൾക്കാർ തന്നെയാണ്. കാരണം അതല്ല ശരിക്കല്ല എത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കും. അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മൾ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മൾ ദുആ കേൾക്കൂല. കേട്ടോ, റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ എന്ത് കേൾക്കൂല? ദുആ കേൾക്കൂല. റഖീബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ സംസാരം റഖീബ് കേൾക്കും, എന്നാലോ ദുആ കേൾക്കൂല. അതായത് റഖീബ് അതീദ് നമ്മൾ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. റഖീബ് അതീദ് സംസാരം കേൾക്കുമ്പോലെ ദുആവും കേൾക്കുന്നു പറഞ്ഞാൽ ആഫീസ് കൂട്ടേണ്ടി വരും. അങ്ങനെ വന്നാൽ പലരും കേൾക്കുമെന്ന് പിന്നെ സമ്മതിക്കേണ്ടി വരും. മരിച്ചുപോയവരും മൺമറഞ്ഞു പോയവരും കണ്ണിൽ നിന്ന് മറഞ്ഞവരും കേൾക്കുമെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് അത് സമ്മതിക്കാൻ നിർവാഹമില്ല? അപ്പൊ എന്നിട്ട് കുടിച്ച മൊഹലിനെ 4 കൊമ്പാണെന്ന് പറഞ്ഞ് അയിമൽ കുടിച്ചു പോവുകയാണ്. അതാ വ്യത്യാസം. ഇന്നതും ആർക്കും ഞാൻ വിളിച്ചാൽ കേൾക്കൂല. ഞാൻ വിളിക്കാണ് സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. വിളിച്ചേ കാരണം വിളി കേട്ടല്ലോ. അതാണ് ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത്. എല്ലാ വിളിയും ശരിക്കാകുന്ന വിളിയുണ്ട്, ശരിക്കല്ലാത്ത വിളിയുണ്ട്. ശരികളും പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതിൽ ഏതായാലും നിങ്ങളെ തല്ലുമുടി തീർക്കുകയാണ് കിട്ടുന്നത്. നിങ്ങളെ തല്ലുമുടി ഉണ്ടോ? ശിർക്കും തൗഹീദും ഇബാദത്തിലൊക്കെ നിർവചനത്തിൽ നിങ്ങൾ തീരുമാനമായിട്ടില്ല. അത് തീരുമാനമായിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നാട്ടുകാരെ ശിർക്കും കൂപ്പിളാക്കിയാൽ മതി. ആ നിങ്ങളെ തല്ലുമുടിയൊക്കെ തീർത്ത് അമ്മായിമ്മ മരക്കളെ പോലൊക്കെ തീർത്തിട്ടുണ്ട്. ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കില്ല. ഒരു ഉദാഹരണം നിങ്ങൾ അതിനാണ് ഈ റഖീബ് തന്നെ മതി. റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ റഖീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല. അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കൂല. ഇദ്ദേഹമാണ് ഈ വിഭാഗത്തിന്റെ വലിയ സൈദ്ധാന്തികൻ. എങ്ങനെ ഉണ്ടാവും ഈ ഗ്രൂപ്പ്? എവിടെ എത്തും? റഖീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റഖീബ് എന്റെ കിതാബിൽ ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചത് എന്തെങ്കിലും ഒരു തിരിച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞ തെറ്റുമ്പോഴാണ് തിരുത്തണം എന്ന് പറഞ്ഞാൽ അതോട് കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. നോക്കിയാൽ ഇയാളൊക്കെ ഇഷാമാരിന്റെ ഇടയിൽ വീതി കുറഞ്ഞ എടായിന്ന് കാണുക എന്നൊക്കെ വേറെ മറുപടി ഒന്നും ഇല്ല. നോക്കിയാൽ നിങ്ങള് വിളിച്ചാ കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. ആ പ്രാർത്ഥന കേൾക്കെന്ന് പറഞ്ഞാൽ പിന്നെ പലവരും കേൾക്കും സമ്മതിക്കേണ്ടി വരും. അപ്പൊ കൊയ്യുന്നോടെ സമ്മതിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് കാരണം ദുആ കേൾക്കാൻ അല്ലാതെ കഴിയുള്ളൂ. ആ ഖുർആനിൽ മാത്രമല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ അല്ല പറഞ്ഞത്. അതിനാണ് ഏകദേശം നിങ്ങൾക്ക് തോന്നിയാലല്ലേ. ഇപ്പൊ ഈ രൂപത്തിൽ പരസ്പരം ശിർക്കാരോപണം നടത്തി തങ്ങൾ ഏത് നിലപാടിൽ നിൽക്കുന്നു, ഏത് ആശയത്തിൽ നിൽക്കുന്നു എന്ന് പോലും പറയാൻ സാധിക്കാത്ത വിധത്തിൽ ആദർശപരമായ വിഷയത്തിൽ പോയാലുമ്പക്കേരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. പോയാലുമ്പക്കേരെ മര്യാദക്ക് നിൽക്കുന്നത് തോന്നുന്നുണ്ടോ? കുറെ മുന്നിട്ട് അങ്ങോട്ട് പോകും, കുറെ ബാക്കൊക്കെ ഇങ്ങോട്ട് പോകും, പിന്നെ മുന്നിട്ട് അങ്ങോട്ട് പോകും, ബാക്കൊക്കെ ഇങ്ങോട്ട് വരും. മര്യാദയ്ക്ക് മുന്നാലാ കൊഴിഞ്ഞാടും ചെയ്യും. ഈ രൂപത്തിലും ആശയത്തിൽ നമ്മൾ മാറി നിൽക്കണം.
ചിത്രത്തിന്റെ പാതയില്ലേ ഇവിടെ, മുസ്തഖീമായ പാതയില്ലേ ഇവിടെ, ആ പാതയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അടുത്ത മാറ്റം, വെള്ളിയാഴ്ച ജുമുഅക്ക് നമ്മൾ പള്ളിയിൽ പോയാൽ സുബ്ഹാനല്ലാഹ് നേരത്തെ തന്നെ വന്ന് അൽഖുഹും സ്വലാത്തും ഓതി മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്ത് നല്ല ഇഖ്ലാസുള്ള നല്ല തഖ്വയുള്ള മുഅ്മിനീങ്ങൾ പള്ളിയിൽ പോയി അങ്ങനെ ബാങ്ക് കൊടുത്ത് ബാങ്കിനൊക്കെ ഇജാബത്ത് കൊടുത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഖുതുബൊക്കെ ശ്രദ്ധിച്ച് കേട്ട് ആ ഖുതുബയിലെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ് ജുമുഅയിലൊക്കെ പങ്കെടുത്ത റാഹത്തോട് കൂടെ കൂട്ടുപ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ വന്ന മുഅ്മിനീങ്ങൾക്ക് കൈകൊടുത്ത് പിരിഞ്ഞു പോയ നല്ലൊരു സാഹചര്യം പാരമ്പര്യമായി കേരളീയ സമൂഹത്തിൽ നടന്നു വരുന്ന ആചാരമാണ്, ഒരനുഷ്ഠാനമാണ് വിശുദ്ധമായ ജുമുഅ. എന്തൊരു സന്തോഷമാണ്. പക്ഷെ മുജാഹിദിന്റെ നേതാവായ സക്കരിയ സ്വലാഹി പറയാണ്, പണ്ടാറടക്കാൻ ജുമുഅക്ക് മുജാഹിദ് പള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. അയാളെന്നെ പറയുന്നത് എന്താ കാരണം നിങ്ങൾ മുമ്പ് കാരണം വന്നെന്താ നിങ്ങൾ ജുമുഅക്കാണ് ചെന്നാല് പഴയ കാലത്തൊക്കെ പ്രായം ആളുകൾ കുത്തുമ്പോതിയിരുന്നു. ഇപ്പൊ ചെയ്യാണെങ്കിൽ കോളേജിൽ നിന്ന് വേണ്ട ഇൻഷേർഡ് ആക്കിയാണ്ട് ചന്തും കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്ത ഇൻഷേർഡ് ആക്കിയ കുട്ടികളെ കുത്തുമ്പോതാൻ വേണ്ടിയിട്ട് കയറുക, ഒരു അങ്ങാടി പ്രസംഗം നടത്തുക, ആയത്തുമില്ല ഹദീസില്ല. ഇതിന്റെ ഹുർമത്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വിലപിക്കുന്ന രൂപത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ മാറി. നമ്മളെ പറ്റിയല്ല, സമയക്കുറവ് കൊണ്ട് കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സക്കരിയ സ്വലാഹി പറയാണ്. പക്ഷെ ഉറങ്ങാനായിട്ട് ശാരീരിക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല കുത്തുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയില്ല. എങ്ങനെ ചടങ്ങായി മാറാതെ നിൽക്കണോ? കാരണം കുത്തുബ മലയാളത്തിലാകണമെന്നല്ലേ പറയണത്. അന്നത്തെ പത്രമെടുത്ത് വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് അന്നത്തെ വിഷയം. ഇന്ന് സരിത അവിടെ അത്ര കൊടുത്തു, സരിത മറ്റൊരു ഇത്ര കൊടുത്തു, മറ്റൊത്ര വാങ്ങി, അത്ര വാങ്ങി. അന്നത്തെ കുത്തുബയിലെ വിഷയം തന്നെയാണ്. പിന്നെങ്ങനെ ആൾക്കാർക്ക് കടക്കാതിരിക്കും? എന്നിട്ട് പറയുന്നത് ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്, ഒരു വിവാദത്തായി തോന്നുന്നില്ല. നമ്മളെ പള്ളിയോട് നടക്കുന്നത് അറിയുന്നവരൊക്കെ ഏത് പള്ളി വരട്ടെ, ഏത് പള്ളിയിലോട്ട് കൊണ്ടുവരട്ടെ പറഞ്ഞാണ്. അത് മാത്രല്ല കുത്തുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയില്ല. ഇപ്പൊ എന്താ നമ്മളെ പള്ളിയോട് നടക്കുന്നത്? ഏത് പള്ളി? ഇപ്പൊ എന്താ നമ്മളെ പള്ളി നടക്കണു? ഏതാ നമ്മളെ പള്ളി? മുജാഹിദിന്റെ പള്ളി. കാരണം മുജാഹിദിനെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ ഇപ്പൊ ഏറ്റവും നല്ല മനുഷ്യനുള്ളത്, നല്ല മനുഷ്യൻ എന്നാൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളത് ഈ സക്കരിയ സ്വലാഹിയാണ്. അദ്ദേഹം തന്നെ പറയട്ടെ എന്താണ് ഇപ്പൊ നമ്മളെ പള്ളി നടക്കുന്നത്. ൊക്കെ കുത്തുബിൽ നിന്ന് ഇറക്കിയിട്ട് ചെക്കന്മാരെ കഴിക്കാം, ജാഹിലികൾ ജാമ്യം വരുന്ന ചെക്കന്മാരെ കഴിക്കാം. എന്നിട്ട് എന്തെല്ലോ വിളിച്ച് പറയാം. ആളുകൾ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പറക്കും കുത്തുബക്കൊക്കെ ഒരു ബലീന്തലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളിപ്പോ തീരെല്ലാണ്ടാക്കിയോ? ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ്പോ കയറാൻ തന്നെ വയ്യ വില പാൻറ്റൊക്കെ ഹിറ്റാക്കി നോക്കിയാൽ നിങ്ങൾ മനുഷ്യൻ പറയുന്നത്. മുജാഹിദിന്റെ പള്ളിയിൽ ഉപയോധാമ കത്തിപ്പ് വരുന്ന കോലം തന്നെ തെങ്ങുമ്മ കയറാൻ വേണ്ടി ചിഹ്നം വരുന്നാരേ വരുന്നത്. ഇതൊക്കെ റബ്ബറ് പയമ്പൊരിക്ക് റബ്ബർ കുടിക്കാമാരൊക്കെ അവിടെ ഇവിടെ കിട്ടാക്കിട്ടല്ലത് വരുന്നത്. ഇത് മിമ്പർമ്മക്കാട് കയറിയാകുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കാൻ തന്നെ പേടിയാണ്. അവിടെ ഇവിടെ വായിച്ചു കാണാനേ. അപ്പൊ ജുമുഅക്ക് ഇരിക്കുന്നവർ തന്നെ വല്ലാത്തൊരു ഇടങ്ങേറ്. ആ ഇടങ്ങേറാണ് മൂത്ര പ്രസംഗത്തൂടെ പറയുന്നത്. അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പറക്കും കുത്തുബക്കൊക്കെ ഒരു ബലീന്തലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളിപ്പോ തീരെല്ലാണ്ടാക്കിയോ? ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ്പോ കയറാൻ തന്നെ വയ്യ വില പാൻറ്റൊക്കെ ഇൻചാർട്ടാക്കി തിരികി ബെൽറ്റുമൊക്കെ കെട്ടിയ അവറത്തൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ലിവർമ കയറുക. മനസ്സിലായില്ലേ? ഇതാണോ ഒരു ഹദീബിന്റെ? ഇങ്ങനെയാണോ വരേണ്ടത്? അല്ല, അങ്ങനല്ല വരേണ്ടത്. ഞങ്ങൾ പണ്ടെന്നെ പറഞ്ഞേ അങ്ങനല്ല വരേണ്ടത്. എന്നെ വരാനുള്ള ചില പിന്നെ ഹൗസ് ഓഫുകളും ചില ഷർട്ടും പറമ്പൊക്കെ ഉണ്ട്. ഹത്തീബ് വരേണ്ട കോലൊക്കെ ആ കോലത്തിൽ കാണണമെങ്കിൽ സുന്നി പള്ളിക്ക് വരണമെങ്കിൽ അത് കാണുള്ളൂ. ഇപ്പം തെങ്ങിയേറാൻ വരില്ല, ജുമാക്ക് ഹത്തീബായിട്ട് വരുന്ന ആളാ. ഇപ്പൊ തെങ്ങിയേറാൻ വരില്ല, ജുമാക്ക് ഹത്തീബായിട്ട് വരികയാണ്. സ്വന്തം ഹത്തീബന്മാരെ പറ്റി എന്തിനാണ് ഈ ഏർപ്പത്തിനൊക്കെ നിൽക്കുന്നത്? എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഇങ്ങനെ പ്രസംഗിച്ച് ശരിയാക്കാൻ പറ്റും. നമ്മളെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ അത് പോകുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഉസൂല് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ള ആദരിച്ചതിന് ആദരിക്കലുമാണ്. ഈ പറയപ്പെട്ട ഉസൂലിൽ നിന്ന് വല്ലവനും മാറി നിൽക്കുക വഴി, വ്യതിചലിക്കുക വഴി വളരെ വലിയ വഴികേടിലാണ് അയാൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ള ആദരിച്ചോ, ഷിആറുകൾ ആദരിച്ചോ, അതിന് നമ്മൾ ആദരിക്കണം.
ഈ വല്ല വിഷയങ്ങളെയും അല്ലാഹു അനാദരിച്ചു, നമ്മളും അനാദരിക്കണം. ഈ രൂപത്തിൽ വിദഅത്തുകാർ പല കോലത്തിലും പല വിഷയങ്ങളിലുമായി കേരളീയ സമൂഹത്തിലെ വിശ്വാസാചാരണത്താര കർമ്മങ്ങളിലേക്ക് കടന്നുകയറി. പല സ്ഥലങ്ങളിൽ പിടിമുറുക്കി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഈ വിഷയത്തിൽ സത്യമെന്തെന്നോ അസത്യമെന്തെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ആ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ, പാങ്ങിലിയത്തി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ, ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെ, ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളെ പോലെയുള്ള മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ, പഠിച്ചവനെ പേടിയുള്ളവർ, ഇഖ്ലാസ് ഉള്ളവർ, നിറഞ്ഞ വിജ്ഞാനമുള്ളവർ, അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കുന്നത്. അതല്ലാതെ ഒരു സംഘടനയ്ക്ക് മറുസംഘടന നിലക്കോ പ്രസിഡന്റും സെക്രട്ടറി ആകാനുള്ള പൂതി നിർദ്ദലയിൽ കയറിയപ്പോ അങ്ങനെ ഉണ്ടാക്കിയതോ അല്ല. അള്ളാന്റെ മഹിതമായ ദീന് നിലനിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. വേറൊരു ലക്ഷ്യമില്ല. കാരണം വാസിന്റെ പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. കാരണം ഇതുപോലത്തെ സംഘടന ഇവിടെ ഇല്ല. ഇതുപോലത്തെ സംഘടന, ഈ ആശയത്തിലുള്ള സംഘടന ഇവിടെ ഉണ്ടെങ്കിലല്ലേ അതിന് ബദൽ എന്ന് പറയുള്ളൂ. ബദലാകണയുടെ മുമ്പ് കാണുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇഖ്ലാസിൽ അസ്തിവാരമിട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ മഹിതമായ സംഘടന ഇവിടെ രൂപീകരിക്കുകയും അതിന്റെ സുന്ദരമായ ആശയങ്ങളിലൂടെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതാ സുന്ദരമായ ആശയം? ഈ പറയപ്പെട്ട പാരമ്പര്യമായി കിട്ടിയ പരിശുദ്ധമായ ദീൻ. കേരളക്കരായുള്ള ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. നല്ലൊരു നേതൃത്വം, ദ്വാരനാൽ ഉത്തരം കിട്ടുന്ന നേതൃത്വം, ഇഖ്ലാസിൽ അസ്തിവാരമിട്ട നേതൃത്വം, പടച്ചോനെല്ലാം രണ്ടാമത്തെ ഒരാളെ പേടിക്കാത്ത, ഭൗതികമായ തീരുമാനങ്ങൾക്കും ഭൗതികമായ ലാഭങ്ങൾക്കും അതിന്റെ പിന്നിലൂടെ പോകാത്ത, പടച്ചോനെ മാത്രം പേടിക്കുന്ന മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകി 98% ആളുകളും ഈ സംഘടനയുടെ പിന്നിൽ നല്ല അനുയായികളായി അടിയുറച്ച് ഈ സംഘടനയുടെ വലിയ ഖാദിമുകളായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ജനക്കാലത്ത് പലരും ഈ സംഘടന മാറിപ്പോയിട്ടുണ്ട്. ഞാനതിന്റെ പഴയകാല ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. അങ്ങനെ 1988-89 കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായ കലുഷിതമായ സാഹചര്യം നമുക്കറിയാം. കേരള ചരിത്രത്തിലെ സമസ്തയുടെ ശൈഖീനമാരെന്നറിയപ്പെടുന്ന കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ മഹിതമായ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി നിന്ന് ഈ മഹിതമായ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം കേരളീയ സമൂഹത്തിന് മറക്കാൻ പറ്റാത്തതാണ്. എടുത്തൊരു കാര്യം, നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബക്കറ്റാണ് പോകുന്നത്. ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ലോണം കൊടുക്കും. 50 കയ്യിനോട് 50 കൊടുക്കുക, 100 കയ്യിനോട് 100 കൊടുക്കുക, 200 കയ്യിനോട് 200 കൊടുക്കുക. ഇത് അള്ളാന്റെ ദീന് പറയുന്ന സദസ്സാണ്. മുജാഹിദുകാർ ഏൽപ്പിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലോണം കൊടുക്കണം. നിങ്ങൾക്കും മടിച്ചാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുണ്ടാക്കി. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതെല്ലാവരും നല്ലോണം കൊടുക്കുക. ഇത് ബാധ്യത ഉണ്ടാകരുത്. 10 രൂപ മാത്രം തപ്പിയെടുക്കണ്ട, 50, 100 ഒക്കെ കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്ക് കയ്യിലെടുത്ത് സക്കാത്ത് കൊടുക്കേണ്ട ബാക്കി ഒന്നും കൊല്ലം കൊടുക്കാനും എടുത്തൊന്നുമില്ല. നമ്മളത് ആ സമയത്ത് കൊടുത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏതായിരിക്കട്ടെ, ഈ രണ്ട് മഹാന്മാർ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത കാലഘട്ടം സമസ്തയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമാണ്. എന്തൊരു റാഹത്താണ്, എല്ലാവർക്കും സന്തോഷം, ഒരു നിലക്കും ഭയപ്പെടാനില്ല. ഈ നേതൃത്വത്തിന്റെ പിന്നിൽ ഒത്തൊരുമയോടെ നമ്മൾ വരുമ്പോഴാണ് ഏതാനും ആളുകൾ മാറിപ്പോയത്. ഇത് നമ്മൾ പരമെന്തിനാച്ചാല് ആദർശ വിശുദ്ധിയുടെ 90 വർഷം നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശുദ്ധി ഉള്ളവരാണെന്നും അശുദ്ധിയുള്ള പലരും ഇവിടെ ഉണ്ടെന്നും അതിൽ പെട്ടുപോകരുതേ എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതല്ലാതെ ആരും വേദനിപ്പിക്കാനോ അതില്ലെങ്കിൽ ആരും ചീത്ത പറയാനോ എന്നല്ല. ഏതാനും ബദരീത്തെ ചരിത്രം പറയുമ്പോൾ അബൂജഹലിനെ പറയാതെക്കാൻ പറ്റൂലല്ലോ. എന്നതുപോലെ സമസ്തന്റെ ചരിത്രം പറയുമ്പോൾ പലരെയും പരാമർശിക്കേണ്ടി വരും. അതൊക്കെ അവർക്ക് അർഹിക്കുന്ന 100% അർഹത ഉണ്ടെങ്കിൽ ആ അർഹതൊക്കെ വകവെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയാ. അല്ലാതെ പറയാൻ നമ്മൾക്ക് നേതൃത്വത്തിന്റെ തീരുമാനമൊക്കെ കൽപ്പനൊന്നും നമുക്കില്ല. കാരണം നമ്മൾ മേക്കറുള്ളവരായതുകൊണ്ട് നമുക്ക് തീപ്പൊരിന്റെ പേടിയുണ്ടല്ലോ. ഏതായിരിക്കട്ടെ, ഈ മഹിതമായ സംഘടന മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതാനും ആളുകൾ മാറിപ്പോയ സമയത്ത് അന്നവർ ആരോപിച്ചിരുന്ന 2 ആരോപണങ്ങൾ സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്, ബിദ്അത്ത് ബന്ധമുണ്ട് എന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ ദീൻ, പരിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിർണായക സാഹചര്യത്തിൽ കേരളത്തിലെ പണ്ഡിത ലോകത്തെ കുലപതിയായ ശൈഖുനാ ശംസുൽ ഉലമ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നദ്വി സാഹിബിനോടുകൂടെ ഒന്നിച്ച് അടുത്തടുത്ത ചെയറിൽ ഇരുന്നു എന്നൊരൊറ്റ കാരണത്താൽ ആ ചെയറിന്റെ ഓട്ടയെക്കൂടെ സുന്നത്തി ജമാഅത്ത് ശംസുൽ ഉലമ ഒലിച്ചുപോയി എന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ
വിദേഹത്തിന്റെ ബന്ധവും രാഷ്ട്രീയ ബന്ധവും ആരോപിച്ചിരുന്ന ആളുകൾ, അതിന്റെ പേരിലാണ് ഞങ്ങൾ മാറിപ്പോകുന്നത് എന്ന് പറഞ്ഞ ആളുകൾ സുബ്ഹാനല്ലാഹ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത മതസംഘടന ഉണ്ടാകണോ? സ്വാഗതാർഹമാണ്, 100% സ്വാഗതാർഹമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കൂല, രാഷ്ട്രീയക്കാരെ പിന്നാലെ ഭൗതികമായ താല്പര്യത്തിനൊക്കെ പോകൂല, രാഷ്ട്രീയക്കാരെ കണ്ടിട്ട് മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ഇടപെടില്ല, രാഷ്ട്രീയക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും വാങ്ങൂല. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുമായി ബന്ധമില്ലാതെ അല്ലാഹില്ല എന്ന ചിന്തയിൽ മാത്രം കഴിയുന്ന ഒരു സംഘടന ഉണ്ടാകാനോ? സ്വാഗതാർഹമാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സുബ്ഹാനല്ലാഹ് 1988 89 കഴിഞ്ഞു, കൊല്ലങ്ങൾ പലതുപോയി. 2015-16 പിറന്നപ്പോഴേക്കും ഈ രണ്ട് മഹാന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കെതിരെ മാറി നിന്ന് സംഘടനയുണ്ടാക്കിയവർ എവിടെ എത്തിപ്പോയി എന്നുള്ളതിൽ വളരെ വേദനയുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. കേരള മുസ്ലിം ജമാഅത്തുണ്ടാക്കി സമസ്തയിൽ നിന്ന് മാറിപ്പോയവരുടെ പ്രധാനിയായ ആളുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്തുണ്ടാക്കി. കേരള മുസ്ലിം ജമാഅത്ത് മനസ്സുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വ്യക്തമാക്കുകയും നാവുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദ പാർട്ടിയാണെന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. സുന്നില്ല, മറ്റേ സുന്നിയോട് തിരിയാനും പറയാൻ വെച്ചിരുന്നു. സുന്നി ക്ലാസ്, സുന്നി മസ്ജിദ്, സുന്നി മദ്രസ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി ബാലവേദി, സുബ്ഹാനല്ലാഹ് ഈ സുന്നി ബാലസംഘം, ഈ രൂപത്തിന് തിരിയാനും പറയാനും കഴിക്കാത്ത മുഴുവൻ സുന്നി എവിടെ പോയി? സുന്നി ഈ കേരള മുസ്ലിം ജമാഅത്തിന് സുന്നി എവിടെ പോയി? ഈ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യാതിഥി ആരാണ്? ഓ അബ്ദുള്ളയാണ്. ആരാ ഓ അബ്ദുള്ള? മർക്കത്തിൽ മുടി കൊണ്ടുവന്നപ്പോൾ ഇത് ബോഡി വേസ്റ്റ് ആണെന്ന് ആദ്യമായി മാധ്യമം പത്രത്തിൽ ലേഖനം എഴുതിയ ഓ അബ്ദുള്ളയെ ഏതടിസ്ഥാനത്തിലാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണ യോഗത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുപ്പിച്ചത്? അങ്ങനെ വന്നാൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടല്ല നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഈ ആരോപണം ഉന്നയിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ, ആദർശത്തിൽ ആവേശമുണ്ടെങ്കിൽ, ആദർശത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ കേരള മുസ്ലിം ജമാഅത്തുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. ഏതായാലിരിക്കട്ടെ, പത്രക്കാര് ചാനലുകാർ ഇയാളുമായി അഭിമുഖം നടത്തി ചോദിച്ചു, ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്നുള്ളത് ബഹുജന സംഘടനയാണ്. ബഹുജനം എന്ന് പറഞ്ഞാൽ മുജാഹിദ് പെടും, ജമാഅത്ത് പെടും, തബ്ലീഗ് പെടും, ഖാദിയാനി പെടും, ചേകനൂർ പെടും, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പെടും, ആണുങ്ങൾ പെടും, എല്ലാവരും പെടുമല്ലോ. ഇങ്ങനത്തെ ഈ ബഹുജന സംഘടനകൾ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമോ? അതേപോലെ ഒരു ചോദ്യം. നമ്മൾ വിചാരിച്ചാൽ നിങ്ങള് അങ്ങനെ മെമ്പർഷിപ്പ് കൊടുക്കൂല എന്ന് പറയുന്ന നമ്മൾ കരുതിയത്. കാരണം അള്ളാന്റെ ദീനാണല്ലോ. യഥാർത്ഥമായ ദീനാകുമ്പോ വഖർനഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ വഖർന സ്വലാന്ന് പഠിപ്പിക്കുന്ന ദീനാകുമ്പോ പെണ്ണുങ്ങൾ അവരുടെ എല്ലാ ഹിജാബോടുകൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂലാണ് നമ്മൾ കരുതിയത്. കൊടുത്താൽ പിന്നെ മുജാഹിദ് ജമാഅത്ത് തമ്മിൽ എന്താ ബന്ധമുള്ളത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ബഹുജന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുക എന്നുള്ളതാണ്, ഒരു സമ്മർദ്ദ ശക്തിയാവുക. അല്ല, അങ്ങനെയില്ല. സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീകൾ ഉൾപ്പെടും. സ്ത്രീകൾ ഉൾപ്പെടുമെന്ന് പറഞ്ഞാൽ ഇവിടെ മുജാഹിദ് ജമാഅത്ത് അടക്കമുള്ള വിജയത്തിന്റെ സംഘടന, വനിതാ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവരിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾക്കുള്ളത്? ഈ പറയപ്പെട്ട സംഘടനകൾ പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കിയതിന് വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന്, സാമൂഹികപരമായ മുന്നേറ്റത്തിന്, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അതിനാണ് ഇവർ സംഘടന ഉണ്ടാക്കിയത്. ഞങ്ങളും അതിനെ ഉണ്ടാക്കിയത് പറയുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. മുജാഹിദ് ജമാഅത്ത് നിങ്ങൾ തമ്മിൽ എന്താ മാറ്റുള്ളത്? മുജാഹിദ് ജമാഅത്ത് വനിതാ സംഘടന ഉണ്ടാക്കിയത് മണൽ വാരാൻ കൊണ്ടുപോകാനാണ്. ഒരു സംഘടന ഉണ്ടാക്കിയത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്കലല്ലേ. ഞങ്ങളും അതിനാണ് പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിയത്? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതല്ലേ. അടുത്ത ചോദ്യം, ഈ സംഘടനയുടെ മുന്നണിയിൽ പെണ്ണുങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുക? അതാ ആണ് പ്രസിഡന്റ് ആകുമ്പോൾ ഒരു പെണ്ണ് വൈസ് പ്രസിഡന്റ്, ഒരാണ് സെക്രട്ടറി ആകുമ്പോൾ ഒരു പെണ്ണ് ജോയിന്റ് സെക്രട്ടറി, നല്ല മട്ടുണ്ടാവുമല്ലോ. എന്താ അഭിപ്രായം? ആ ചോദ്യം ആ മറുപടി പ്രവർത്തിക്കും. ബഹുജന സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ് സ്ത്രീകൾക്ക് കൊടുക്കണമോ കൊടുക്കണയോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. എന്താ നിങ്ങൾ തീരുമാനിക്കാത്തത്?
എന്താ ഞങ്ങൾ തീരുമാനിച്ചത്? ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ മുന്നണിയിൽ ഞങ്ങൾ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തണമോ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നവരാണ്. ഉൾപ്പെടുത്തൂല എന്ന് പറയാൻ ആരെ ഞങ്ങൾ പേടിക്കണു? ഞങ്ങൾക്കറിയാം ഈ മഹിതമായ സംഘടനയെ പുലർത്തി പുറത്തു പോകുന്നു ഈ പറയപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറിയതിന്റെ പരിണിത ഫലമാണ്, ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ലേബിളിൽ സുന്നികളാണെന്ന് അവകാശപ്പെടുന്നവരുടെ ലേബിളിൽ ഒരു പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കുകയും ആ സംഘടനയുടെ തലപ്പെട്ട് പെണ്ണുങ്ങളെ ഞങ്ങൾ പ്രദർശിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങള് ഇത് സമുദായത്തോട് തെറ്റിപ്പെടുത്തി കൊടുക്കണ്ടേ? തെറ്റിപ്പോകുമ്പോർക്കണായിരുന്നു ഇത് തിരിച്ചു വരേണ്ടി വരുമെന്ന്. ആ പോക്കിലെ പോകാവൂ. അതാ നബിതങ്ങൾ പറഞ്ഞത്, നമ്മളൊരാളെ ഹുബ്ബ് വെക്കുമ്പോൾ പരിധി വെച്ചിട്ട് ഹുബ്ബ് വെക്കാവൂ. ഒരാളെ ദേഷ്യപ്പെടുമ്പോൾ ഒരാളെ വെറുപ്പ് കാണിക്കുമ്പോൾ പരിധി വെച്ചിട്ട് വെറുപ്പ് കാണിക്കാവൂ. കാരണം എപ്പോഴെങ്കിലും നന്നാകേണ്ടി വരുമല്ലോ, യോജിക്കേണ്ടി വരുമല്ലോ. ഞങ്ങളിപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ രണ്ടും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിലൊരു താത്വിക നിലപാട് നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം എന്നും അഭിപ്രായം. ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഓരോരോ നാട്ടിലുമുണ്ട് എന്ന് എണ്ണം കിട്ടണമല്ലോ. എണ്ണം കിട്ടണമെങ്കിൽ പെണ്ണുങ്ങളെയും കൂടി ചേർത്താലേ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന എണ്ണാവുള്ളൂ. ആണുങ്ങളമാർക്ക് മാത്രം ചേർത്താൽ ഈ നാട്ടുകാരോട് പറയാൻ പറ്റിയ എണ്ണാവൂല. അപ്പൊ പെണ്ണുങ്ങളും കൂടി ചേർത്തിനാൽ അവർക്കും കൂടി മെമ്പർഷിപ്പ് കൊടുത്തതുപോലെ കുറച്ച് പുറത്തുവരട്ടെ. പെണ്ണുങ്ങളും കൂടി ചേർത്തിട്ട് അങ്ങനെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എത്ര ആളുകളുണ്ട് എന്ന് സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം. നന്നായി നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം എന്നും അഭിപ്രായം വരാം. ഇല്ല, അത് വേണ്ടതില്ല, കഴിഞ്ഞ കാലത്തെ പോലെ വേണ്ടതില്ല എന്നും അഭിപ്രായം വരാം. അപ്പൊ കഴിഞ്ഞ കാലത്തെ പോലെ ആവാം എന്നും അഭിപ്രായം വരാമെന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റം ഉണ്ടാവുന്നതിനർത്ഥം കഴിഞ്ഞ രൂപത്തിൽ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ അങ്ങനെയും പോകാം. ഒരു മാറ്റം എന്ന നിലയ്ക്ക് പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അങ്ങനെയും പോകാം എന്ന് പറഞ്ഞാൽ ഈ മഹിതമായ സംഘടനയുടെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും ഞങ്ങൾ വ്യതിചലിച്ചിട്ടുള്ളത്. എന്നാ അതിന്റെ കള്ളി എന്താ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 1988 89 ആവർത്തിക്കാൻ ഗൂഢമായ പദ്ധതി ഇവർക്കുണ്ട്. അതിന്റെ സർക്കുലർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 1988 89 കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കാനുള്ള ഗൂഢമായ പദ്ധതിയാണ്. സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ അതിന് ചെയ്യുന്ന എന്താണികള് എല്ലാവരും കൂടി കൂട്ടിയിട്ടൊരു മുക്കൂട്ടി മുന്നണി ഉണ്ടാക്കുക. അതിന് മുജാഹിദിനും കൂട്ട, ജമാഅത്തിനും കൂട്ട, ഈ പറയപ്പെട്ട എല്ലാ സംഘടനകളും കൂട്ട, പെണ്ണുങ്ങളെയും കൂട്ട, ഇവരും കൂടിയിട്ട് അങ്ങനെ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് സമസ്തനത്തല്ല. അതപ്പോ പുതിയ തീരുമാനം. എല്ലാരും കൂടിയിട്ട് സമസ്തനത്തല്ല. ഇവർ സമസ്ത എന്ന അടിസ്ഥാനപരമായ ഈ സംഘടനക്കെതിരെ ആരൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നുവോ അവരെ മുഴുവനും മെമ്പർമാരായി ചേർത്തി. കാരണം ഇങ്ങനെ സമരമൊക്കെ നടത്തുന്ന ചായ ഉണ്ടാക്കുന്ന ഈ പെണ്ണുങ്ങളും വേണമല്ലോ. അപ്പൊ ഓരോ മെമ്പർമാരായി ചേർത്തിട്ട് സമസ്തനത്തല്ലാനുള്ള വഴിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഒന്നുകൂടി ഞാൻ പറയാം. ഈ കേരള മുസ്ലിം ജമാഅത്തിന് കാടാമ്പുഴയിൽ ഒരു യൂണിറ്റ് ഉണ്ടായാൽ എന്താണ് അതിന്റെ പേര്? കാടാമ്പുഴ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. കുടുങ്ങാൻ വിളിക്കാൻ പോകും. അങ്ങനെ മുസ്ലിം ജമാഅത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എല്ലാ മഹലിലും മുസ്ലിം ജമാഅത്ത് ഉണ്ടല്ലോ. കാടാമ്പുഴ മുസ്ലിം ജമാഅത്ത് എന്ന പേര് പണ്ടേ ഇവിടെ മഹലുണ്ട്. ഇവരുടെ സംഘടനയ്ക്ക് യൂണിറ്റ് ഉണ്ടാക്കിയാൽ അതിന്റെ പേരും കാടാമ്പുഴ മുസ്ലിം മഹൽ ജമാഅത്ത് കമ്മിറ്റി. കാരണം മനുഷ്യന്മാരൊക്കെ പാടെ ഇത്തിഹാസം ആകെപ്പാടെ കൺഫ്യൂഷനാവും. ഇത് ഏതാണ് പണ്ടത്തെ മുസ്ലിം ജമാഅത്ത്, ഇപ്പൊ ഉണ്ടാക്കിയത് ഏതാണെന്ന് തിരിയില്ല. രണ്ടിന്റെയും പേരൊന്നാണ്. ഇവരെ റസീറ്റ് അടിക്കും, പണപ്പിരിവ് നടത്തും, ആൾക്കാർ കുടുങ്ങും. തന്നില്ലാത്ത തെങ്ങുന്ന പേരന്മാര് മനുഷ്യന്മാരാകെപ്പാടെ നട്ടം തിരിയേണ്ടി വരും. മരട് നോക്കിയാലൊക്കെ തെങ്ങ് തന്നെയാണ്. മേപ്പെട്ട് നോക്കിയാൽ ഇവരെ തരം തോന്നിയെന്ന് അറിയുള്ളൂ. മനുഷ്യന്മാർ കുടുങ്ങാൻ വിളിക്കാൻ പോണോ? ഈ സംഘടനയ്ക്ക് കുറ്റിപ്പുറം മഹലിൽ ഈ സംഘടനയിൽ രൂപീകരിച്ചാൽ എന്താ മഹലിന്റെ പേര്? കുറ്റിപ്പുറം മഹൽ മുസ്ലിം ജമാഅത്ത്. കുറ്റിപ്പുറം മഹലിൽ അങ്ങനെ മുസ്ലിം ജമാഅത്തിന്റെ ഉണ്ട്. എന്റെ നാട്ടിൽ ആ ഒരു മഹലിന്റെ കമ്മിറ്റി ഉണ്ടാക്കിയാലോ? എന്റെ നാട്ടിൽ കുഴിമണ്ണ മഹൽ മുസ്ലിം ജമാഅത്തുണ്ട്. ഇവർ ഈ സംഘടനയ്ക്ക് യൂണിറ്റ് ഉണ്ടാക്കിയാൽ എന്തായാലും പേര് കുഴിമണ്ണ മഹൽ മുസ്ലിം ജമാഅത്ത്. അങ്ങനെ നാട്ടിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതം മഹല്ലുകൾക്കിടെ ഇറങ്ങിച്ചെന്ന് ചിത്രതയും ഭിന്നതയും ഉണ്ടാക്കാനുള്ള താന്തപുരമെത്തിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതിയാണ് കേരള മുസ്ലിം ജമാഅത്ത്.
അത് തിരിച്ചറിയണം എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തിരിച്ചറിയണം. അങ്ങനെ സംഘടന ഉണ്ടാക്കുമ്പോൾ അതിന് കുറെ ബൈലും ഉണ്ടാവില്ലേ, ലക്ഷ്യത്തിലാണ് ഇതിന്റെ മെമ്പർമാർക്ക് ഇത്ര പ്രായമാണ്, ഇന്നതാണ് ഇതിന്റെ പദ്ധതി. നിലവിൽ നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവിടെ SSF ഇല്ലേ, ഇവിടെ SYS ഉണ്ട്, നിങ്ങൾ അവകാശപ്പെടണില്ലേ? സുന്നി വിദ്യാഭ്യാസ ബോർഡിലെ സമസ്തകളുടെ സുന്നി ജമാഅത്തുകളുണ്ട്, നിങ്ങൾ അവകാശപ്പെടുന്നില്ലേ? സുന്നി മഹൽ അസോസിയേഷൻ നിങ്ങൾ അവകാശപ്പെടുന്നില്ലേ? അതിന്റെ ഒക്കെ പുറമെ ഇതിലൊന്നും പെടാതെ കേരള മുസ്ലിം ജമാഅത്ത് ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ഗൂഢമായ ലക്ഷ്യം ഈ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ട സമയമാണിത്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി വളരെ വ്യക്തമായി ആ കാര്യം മുൻകൂട്ടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സാക്ഷിയായിട്ടുണ്ട്. നമുക്കെതിരെ വന്ന എല്ലാം അസ്തമിച്ചു പോയില്ലേ, എല്ലാം അസ്തമിച്ചു പോയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുസീബത്ത്, ഞാൻ എന്റെ മനസ്സിലുള്ള ഒരാശങ്ക ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലുള്ള ഒരാശങ്ക, മറ്റേ ചങ്ങാതി മഹല്ലുകളെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ഒരു മഹല്ലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കാലിനൊത്ത ചെരുപ്പ് കിട്ടാത്ത സമയത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവി. കേരള മുസ്ലിം ജമാഅത്ത് മഹല്ലിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പേര്? നിങ്ങളുടെ മഹലിന്റെ പേരെന്താ? മഹലിന്റെ പേര് തൊടുവാനൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നവർ പേര് വെക്കും. ഇപ്പോൾ നമ്മുടെ മഹലിന്റെ പേര് അതായിരിക്കില്ലേ, അല്ലേ? എന്റെ മഹലിന്റെ പേര് കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്താണ്. കല്ലായി മഹല്ലിൽ കാന്തപുരം പാർട്ടി ഉണ്ടാക്കിയ എന്തായിരിക്കും പേര്? കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്ത് കാല് മുറിച്ചെങ്കിലും നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ റസീറ്റ് ബുക്കടിക്കും, പിരിവെടുക്കും. ഇതേതാണെന്ന് ആളുകൾ തിരിച്ചറിയാതെ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കേരളീയ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വിധി പറയുന്നില്ല, എന്റെ സ്വന്തം സംശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ചിലപ്പോൾ വലിയൊരാശയക്കുഴപ്പം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിലവിൽ മറ്റൊരു മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ പകരം അവരൊരു മഹല്ല് മുസ്ലിം ജമാഅത്ത് ഉണ്ടായാൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ഇന്ന് നിലവിൽ കഴിയും. എന്നാൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ബ്രാഞ്ച് എന്ന നിലയ്ക്ക് മറ്റൊരു മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് റസീറ്റ് അടിച്ചാൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതേതോ ഒരു ഗൂഢമായൊരു ബുദ്ധിയുടെ ഉപദേശത്തോടെ നടത്തിയ നിഗൂഢമായ പ്രവർത്തനമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. 1988 അരവിന്ദാക്ഷമേനോനെ ഇമാമാക്കിക്കൊണ്ട് സംഘടനയുണ്ടാക്കിയവർ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കാൻ ഇവിടെ ഏതോ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഗൗരവമായി സംശയിക്കേണ്ടിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും സ്വന്തം ശിഷ്യന്മാരാകുന്ന അനുയായികളെ സഖാഫിമാരെ വിളിച്ചുകൂട്ടി ഒരു മഹല്ല് എങ്ങനെ തിരിച്ചടക്കണമെന്ന് തങ്ങളുടെ അനുയായികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടിടത്തേക്ക് കാര്യങ്ങളൊക്കെ പോയി. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവരുണ്ടെങ്കിൽ പൊന്നു ഹബീബന്മാരെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. മർക്കസ് സഖാഫത്ത് സുനിയിൽ നിന്ന് ഇനിതമെടുത്തിറങ്ങിയ സഖാഫിമാരായ ശിഷ്യന്മാർ മുഴുവനും അദ്ദേഹം വിളിച്ചുകൂട്ടുകയാണ്. രഹസ്യമായിട്ടുള്ള ക്ലാസ്സാണ്, പക്ഷെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് എത്താറുണ്ട്. ആ രഹസ്യമായ ക്ലാസ്സിൽ അദ്ദേഹം തങ്ങളുടെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ പറയുന്നത്? ഒരു മഹലിൽ ചെന്നാൽ ആ മഹൽ എങ്ങനെ നമ്മളെ മഹലാക്കണം എന്നതിനെ പറ്റിയൊരു ക്ലാസ്. ആദ്യം മഹലിൽ ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുന്നത്? ഏൽപ്പിക്കാത്ത പണിയെടുക്കണം. ഞാൻ അവർ കേട്ടു, ഏൽപ്പിക്കാത്ത പണിയെടുക്കുക. അപ്പൊ നമ്മളൊരു മഹലിൽ മുദരിസായി ചെന്നാൽ കക്കൂസ് വരെ മുദരിസിലില്ല. അങ്ങനെ കേൾക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറയില്ല, ചങ്ങനെ എന്തായാലും കഴിഞ്ഞല്ലത്തെ കാര്യം അയാളുടെ ഇറച്ചെടുത്തിട്ട് അങ്ങനെ കൂടി, കഴിഞ്ഞല്ലത്തെ പൈസ അയാളെ ഇമാമായിട്ട് അങ്ങനെയാണ് പോയി. ഇക്കൊല്ലത്തെ സഹാബി കണ്ടില്ല, കക്കൂസിന്റെ ക്ലോസറ്റ് വരെ കൗന്നറിനാണ് അയാൾ കഴുകുന്നുണ്ട്, ഇയാൾ എന്നെ മതി നമുക്ക് എന്ന് സാധാരണക്കാരെ കമ്മിറ്റിക്കാർ പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കണം. രണ്ടാമത്തത്, എല്ലാ ദിവസവും സുബീഖ് ക്ലാസ് തുടങ്ങണം. മദ്രസയിൽ പഠിപ്പിക്കുന്നത് മുഅല്ലിമാണെങ്കിൽ പോലും ക്ലാസ് തുടങ്ങണം. ക്ലാസ് 5 വിഷയങ്ങളും ആകരുത്. സംഘടനയെ പറ്റി പറയരുത്, ഇന്നെ പറ്റി പറയരുത്, നിങ്ങളെ പറ്റി പറയരുത്, നമ്മളെ സംഘടന ഒന്നും പറയരുത്. ഇഖ്ലാസിൽ ക്ലാസ് എടുക്കണം. അങ്ങനെ ആളുകളൊക്കെ പഠിപ്പിച്ചത് നല്ല മനുഷ്യനാണെന്ന് തോന്നി ഒക്കെ നമ്മൾ ആൾക്കാരായി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ 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 അങ്ങനെ തുടങ്ങണം. ഞാൻ പറഞ്ഞ നിങ്ങൾ പറയുന്നോണ പറയാന്ന് പറയും. അതുകൊണ്ട് തന്നെ
കൃത്യമായി പറഞ്ഞാൽ ഇത് ക്ലാസ്സിൽ രഹസ്യ ക്ലാസ്സിൽ പറഞ്ഞ വിഷയമായതുകൊണ്ട് ക്ലിയറിന് കുറച്ച് കമ്മി ഉണ്ടാവും. ശരിക്കും ശ്രദ്ധിച്ച കാര്യങ്ങൾ ഈ 70,000-ന്റെയും 75,000-ന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾ മർക്കസിൽ നിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ പഠിച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അല്ലാഹു അഅലം. 75,000 ആൾക്കാർ ഇറങ്ങിക്കണമെന്ന് പറഞ്ഞത് ആലമുൽ അർവാഹിലേക്കാണ്. ആലമു ദുനിയയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ശരീഅത്ത് കോളേജിൽ നിന്ന് തന്നെ 8,000-ത്തിലധികം സഖാഫികളും കാമിൽ സഖാഫികളും പഠിച്ചു പുറത്തിറങ്ങി. അൽഹംദുലില്ലാഹ് ഈ സഖാഫികൾ 99.4% ആളുകളും അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒരുപക്ഷെ ഖതീബ്, ഒരുപക്ഷെ ഖാദി, അതല്ലെങ്കിൽ മുഅല്ലിം, സദർ മുഅല്ലിം, ഇങ്ങനെ സ്ഥാനം വഹിക്കുന്നവരാണ് ഈ 8,000 സഖാഫികളിൽ. ഗൾഫിൽ പോയവർ ഒഴിച്ചുള്ള എല്ലാവരും. ഗൾഫിൽ പോയവർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവർക്ക് ഈ തരം തൊഴിലില്ല. മഹല്ലുകൾ അവരുടെ കയ്യിലില്ല. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മഹല്ലുകൾ ഇതിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ സഖാഫിമാർ കുറെ ആൾക്കാർ ഗൾഫിലുണ്ട്, കുറച്ച് ആൾക്കാർ നാട്ടിലുണ്ട്. ഗൾഫിലുള്ളവരുടെ കയ്യിലും മഹല്ലുണ്ടാവില്ല. കാരണം അവിടെ അങ്ങനെയാണല്ലോ. ബാക്കിയുള്ളവരുടെ കയ്യിലും മഹല്ലുണ്ടാവും. ജോലി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയാം. ഈ മഹല്ലുകളിൽ 2 തരം മഹല്ലുകൾ ഉണ്ട്. മഹല്ല് 2 സൈസ്. മൂപ്പര് മത്തിനും നമ്മൾ സർവ്വമായിട്ടാണ് കുറച്ചു നേരം പോലെ. മഹല്ലുകൾ 2 സൈസ് മഹല്ലുണ്ട്. ഏതൊക്കെ മഹല്ല് കാര്യങ്ങൾ? ഒന്ന് 100% നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. ഒരു മഹല്ല് 100% നമ്മുടെ പദ്ധതികളും ആശയങ്ങളും പറയാൻ പറ്റുന്ന മഹല്ലുകൾ ഉണ്ട് എന്നാണ് അയാൾ അല്ലാഹു അലം എവിടെയെന്നറിയില്ല. അങ്ങനത്തെ മഹല്ലുണ്ട്. ആ മഹല്ലിൽ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ പറയാം. അവിടെ അങ്ങനെ തന്നെ പറയാം. ഇത് നമ്മളാളായിട്ട് തന്നെ പറയാം. നമ്മുടെ മഹല്ലാണല്ലോ. അവിടെ അങ്ങനെ തന്നെ പറയാം. എന്നാ രണ്ടാമത്തെ മഹല്ല് പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. അവിടെ അങ്ങനെ പറയാം. ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട്. അത് സമസ്തന്റെ മഹല്ല്. ചില മഹല്ലിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പഠിച്ചാൽ പുറത്താക്കി പാഞ്ഞു പോകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സമസ്തന്റെ ചില മഹല്ലിൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ? സ്വന്തം സംഘടനയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ മഹല്ലിലും ജോലി ആവശ്യമായിട്ട് നമ്മൾ നിൽക്കുമല്ലോ. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയങ്ങള്? എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. അതുണ്ടാവും. അത് എല്ലാവർക്കും കണ്ടുകൊണ്ടുണ്ടാവും. അതിന് സംശയമില്ല. അങ്ങാടി കൂടെ ഓടുന്ന ഓട്ടോ സെന്റർ മാതിരിയാണ്. അങ്ങാടി ചെന്ന കലങ്ങും പറഞ്ഞൊരു വണ്ടി കൂടി സൈഡെടുത്ത് പിന്നെ റോഡ് മുറിഞ്ഞ് കടക്കാൻ കഴിയില്ല. ആ നിലക്ക് ശരിക്കും ഒരു നീളമുള്ളൊരു മനുഷ്യൻ, എന്റെ മാറിക്കുന്ന നീളമില്ലാത്ത ആളല്ല, ഒരു നീളമുള്ളൊരു മനുഷ്യൻ അനങ്ങാതെ അങ്ങാടി കൂടെ നിന്നപോലെ കാലിന്റെ ഇടയിൽ കൂടി ഓട്ടോ സെന്റർ പോകും. അയ്യാതി ഓട്ടോടെ തിരിഞ്ഞു മറിഞ്ഞുണ്ടാവും. ശരി, അങ്ങാടിയിലൊക്കെ പറിവാകെ 4 5 അങ്ങാടിയിൽ ഉണ്ടാവുള്ളൂ. അങ്ങാടി ചെന്ന അങ്ങാടി മുഴുവൻ ഓട്ടോ ചെയ്യിക്കാറും. ഇതേപോലെ ചില അങ്ങനത്തെ മഹല്ലുകളിൽ നമ്മൾ ആൾക്കാർ പുറത്തുണ്ടാവുമല്ലോ എന്ന മൂപ്പര് ഉണ്ടാവും. നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മുഅല്ലിമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. അപ്പൊ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കണ ഉസ്താദാന്ന് കരുതിയിട്ട് അങ്ങനെ മദ്രസമായിട്ട് മാത്രം പോകണ്ട. നിങ്ങൾ സുബഹിക്ക് ആ പള്ളിയിൽ അങ്ങനെ നിൽക്കണ മദ്രസയുടെ പരിസരത്ത് പള്ളി ഉണ്ടാവുമല്ലോ, അവിടെ നിങ്ങൾ ക്ലാസ് സംഘടിപ്പിക്കുക. ഈ ക്ലാസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുക. 2, 3, 4, 5 ഇങ്ങനെ ആള് കൂടി വരും. വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട മോമിന് എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കണതെന്ന് അന്നം തിന്നുന്ന ആളുകൾ ചിന്തിക്കും. ഒരു മനുഷ്യൻ പറയാതെ അങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾ മർക്കസിന്റെ കാര്യം മുണ്ടരുത്, അല്ലെങ്കിൽ SYSന്റെ വിഷയം പറയേണ്ടതില്ല. SYSന്റെ കാര്യം പറയരുത്.
SSFന്റെ കാര്യം പറയേണ്ടതില്ല. SSFന്റെ കാര്യമുണ്ട്. ആ മർക്കസിനെ പറ്റി ക്ലാസ്സിൽ മുണ്ടി പോകരുത്. മുണ്ടിയാൽ വന്നവര് വന്ന വഴിക്ക് പോകൂലേ. SOSനെ പറ്റി മുണ്ടരുത്, SSFനെ പറ്റി ഒന്നും മുണ്ടരുത്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർസ് നടത്തുക. എന്ത് ഹിക്മത്ത് അതിലുണ്ട്? അതിന് ഹിക്മത്തുമല്ല, കുത്തിത്തിരിപ്പ് എന്നതിനെ പറയാ. ഹിക്മത്തോ? അതിന് ഹിക്മത്ത് എന്നാ പറയാ? അതിന്റെ ഭാഷയിൽ കുത്തിത്തിരിപ്പ് എന്നാ പറയാ. അങ്ങനെ ഒരു മഹലിൽ ചെന്ന് തനിച്ച നിഫാഖിന്റെ പണിയെടുത്ത് മഹലിൽ പിടിച്ചടക്കാൻ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും കേരള മുസ്ലിം ജമാഅത്തുണ്ടാക്കുകയും ഇതൊക്കെ പാടെ ചെയ്ത് ഞങ്ങൾ കൂട്ടി ഗുണിച്ച് ഹരിച്ച് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അത്ര പറഞ്ഞു, പേടിയാണ്. ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസ്സാണ്. ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽ പെട്ടതല്ല ഈ ക്ലാസ്, ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസ്സാണ് ആളുകൾക്ക് ബോധ്യപ്പെടും. ഇയാൾ ഇതിനൊരു പൈസയും വാങ്ങണില്ല, ശമ്പളത്തിൽ പെട്ടതല്ല എന്നാളുകൾക്ക് ബോധ്യപ്പെടും. ഇജാതി നിഫാഖിന്റെ പണിയാണ് സാധുക്കൾക്ക് തിരിയില്ലല്ലോ. കാരണം ഇജാതി ഇഞ്ചക്ഷനല്ലേ വെച്ചു കൊടുക്കുന്നത്. എന്ത് ഇഖ്ലാസാ ചങ്ങായിമാരതിലൊക്കെ ഉണ്ടാവുന്നത്? എന്ത് ഇഖ്ലാസാ ഇതിലുണ്ടാവുന്നത്? അങ്ങനെ ആളുകൾക്ക് ബോധ്യപ്പെട്ട് ആളുകളൊക്കെ ക്ലാസ്സിലൊക്കെ വന്ന് സജീവമായി നമുക്കൊരു വേറെ ഉറച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അവസ്ഥയിലേക്ക് വരുന്നുള്ളത് ഉറപ്പുതന്നെയല്ലേ? കാരണം ഇയാളെ താടിയും തലയെക്കൊട്ടും ചട്ടപ്പൂരിന്റെ പകുതി മുറിച്ച നിസ്കാരത്തെയൊക്കെ പാടെ കാണുമ്പോ ഇത് തന്നെയാണ് ഇഖ്ലാസ് ദുആ തുടങ്ങുമ്പോൾ തന്നെ നോളോടി തീരുന്നത് വരെ നോലോടി നോളോടിയല്ലേ? അപ്പൊ ആളുകൾക്ക് ഇഖ്ലാസാണെന്ന് തോന്നൂലേ? പൈസ കൊടുത്താലും വാങ്ങണൂല്ല. അപ്പൊ ഉസ്രബിയായ പണ്ഡിതൻ തന്നെയല്ലേ? ഈ രൂപത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ നമ്മളാളുകളായാൽ പിന്നെ നമ്മുടെ പദ്ധതികൾ നടത്തിക്കൊള്ളണം. എത്ര ഗൗരവമുള്ള വിഷയമാണിത്. നമ്മുടെ ആലിമീകൾ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാമോ? ഒരു നാട്ടിൽ ചെന്നാൽ നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട ശൈഖുനാ റഈസുൽ മഖാറമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവർകൾ വഫാത്തായി പോയി, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കോളേജിലെ കുട്ടികളോട് പറയാറുണ്ടത്രേ, വർഷം കോളേജിൽ പൊട്ടി പോകുമ്പോ കുട്ടികളെ നിങ്ങളുടെ നാട്ടിൽ പിത്തനുണ്ടാക്കരുത്, നിങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങളാണ് പ്രശ്നം നാട്ടിലുണ്ടാക്കരുതെന്ന് പഠിപ്പിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ അനുസരണയുള്ള അച്ചടക്കമുള്ള അനുയായികളായി നമ്മൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. എന്ത് ഇഖ്ലാസായി ഇതിനുള്ളത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിലെന്തൊക്കെ ഗൂഢമായ ലക്ഷ്യമുണ്ട്. നമ്മൾക്ക് നേതൃത്വം നൽകിയതും നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചതും മഹാന്മാരായ നേതാക്കന്മാരാണ്. ഒരുപാട് കാലം ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ അറിഞ്ഞിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്തില്ലെന്നത് പ്രസംഗത്തിന്റെയോ എഴുത്തിന്റെയോ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. അങ്ങനെ തന്നെയായിരുന്നു. ആ മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ വാക്ക് പറഞ്ഞിരുന്നു. അവര് ഇങ്ങനെ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കൊലപാതകത്തെക്കാളും വലിയ ഫിത്നയാണ് ഈ ഏറ്റവും വലിയ പാതകമാണ് ഫിത്ന എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം. ഇവരെ ദ്വാരനാഥിന് അങ്ങനെ ഉത്തരം കിട്ടണോ? ഇവരെങ്ങനെ ഇമാമത്ത് വെക്കാൻ പറ്റണോ? ഇജാതി കടുത്ത നിഫാഖുള്ള മുനാഫിഖീങ്ങളെ ഈ പണിക്ക് പറ്റുമോ? എന്ത് ആത്മാർത്ഥതയാണ് അവർക്ക് അതിലുണ്ടാവുക? എന്ത് ഇഖ്ലാസ് ഉണ്ടാകുക? ഈ ക്ലാസ് എടുക്കുമ്പോഴും പറയുമ്പോഴും മുഴുവനും ഈ മഹലിൽ പിടിച്ചടക്കണം, ഫിത്നയുണ്ടാക്കണമെന്നല്ലേ മനസ്സിന്റെ ഉള്ളിലുള്ളത്? ഇവിടെയാണ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് സ്ഥാനങ്ങൾ തിരിച്ചറിയേണ്ടത്. മുസ്തജാബ് തആലയായിരുന്ന മഹാൻ ദ്വാരനാലപ്പോ ദ്വാക്ക് ഉത്തരം കിട്ടിയിരുന്നു. ആ ഉത്തരം കിട്ടാൻ മാത്രം പാകതയും പക്വതയുമുള്ള ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യന്റെ ജീവിതം മാറ്റിയിരുന്നു. അവരാണ് നമ്മൾക്ക് നേതൃത്വം നൽകിയത്. മഴയില്ലാത്ത കാലത്ത് ദ്വാരക്കണോ, മഴ പെയ്യണോ? രോഗം മാറണം, ദ്വാരക്കണോ, രോഗം സുഖപ്പെടണോ? മഴ പെയ്യുമ്പോ മയക്ക് വേണ്ടി ദ്വാരന്നിട്ട് മഴ പെയ്യിക്കിട്ട് കറാമത്തല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പലർക്ക് അവകാശപ്പെടാനുണ്ടാകും. ഇടി മിന്നും കാറ്റും വന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഖറാബാകാൻ പോകണ നേരത്ത് ചൂട്ടുബന്ധം വരെ ഉസ്താദെ ദ്വാരം വിളിക്കുമ്പോൾ മഴ പെയ്യും, ആണ്ട് ദ്വാരം മഴ അങ്ങോട്ട് പെയ്തു.
അക്കറാമത്തുള്ളത് മഴയില്ലാത്ത കാലത്ത്, മഴക്കാലത്ത് പോലും മഴയില്ലാതെ കഷ്ടപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ മമ്പാട് ഭാഗത്തുള്ള ആളുകൾക്കറിയാം. ഇന്നും ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവർ, മമ്പാടുള്ള കാരണവന്മാർ ഇന്നും ഹയാത്തുള്ളവരുണ്ട്. വെള്ളമില്ല, മഴയില്ല, ആകെപ്പാടെ കുടുങ്ങി, പാടൊക്കെ വറ്റി വരണ്ട് വിണ്ടുകീറി, കിണറ് വറ്റി, കൃഷികളൊക്കെ ഉണങ്ങി, വല്ലാതെ പ്രയാസപ്പെട്ടു. അവിടുത്തുകാർ കൂടിയിട്ട് ആലോചിച്ച് കൊടുത്തോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്യത്ത് മുജാരിക്ക് പോയിട്ട് ദ്വാരിപ്പിക്കുക. കാരണം ദ്വാരിക്കാൻ സാധ്യതയുള്ളത് ദ്വാരിപ്പിക്കാതെ മുജാഹിദ് അംഗീകരിച്ചതാണല്ലോ. അങ്ങനെ ആ നാട്ടുകാരായ മുഴുവൻ ആളുകൾ വാഴക്കാട് പോയി. അവരെ കണ്യത്ത് ഉസ്താദിന് അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ വിഷമത്തിലാണ്, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, വെള്ളമില്ല, മഴയില്ല, ഒക്കെ വറ്റി വരണ്ടു പോയി, പാടങ്ങളൊക്കെ വിണ്ടുകീറി, കൃഷികളൊക്കെ നിർവാഹമില്ല, കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി, മൃഗങ്ങൾ പോലും ചത്തുപോകുന്ന സാഹചര്യം ഞങ്ങൾ എന്ത് ചെയ്യും? കണ്യത്ത് ഉസ്താദ് പറഞ്ഞു, ഇന്ന ദിവസം വരുന്ന നിങ്ങൾ മുഴുവനും ആ പാടത്തേക്ക് ഇറങ്ങിക്കണം. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ നാക്കാലിയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടിയാണ്. നിശ്ചയിക്കപ്പെട്ട ദിവസം വരാൻ ആളുകൾ കാത്തിരുന്നു. ആളുകൾ മുഴുവനും പാടത്തിൽ നിറയിറങ്ങിയിരുന്നു. ആളുകളും അവരെ വീട്ടിൽ വളർത്തുന്ന കാലികളെയും കൊണ്ടവർ വന്നു. ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് മഹാനായ കണ്യത്ത് ഉസ്താദ് കടന്നു വരുന്നത്. കണ്യത്ത് ഉസ്താദ് എത്തിയിട്ട് പറഞ്ഞത്രേ, മനുഷ്യന്മാരൊക്കെ പാടെ ഈ പാടത്തിൽ അങ്ങോട്ട് കയറിക്കാനിട്ടാൽ കരക്കത്തിൽ കയറിക്കാണിയാണ്. നാക്കാലിയാണ് മാത്രം മതി, ഇരുകാലിയാണ് കയറിയാണ്. മനുഷ്യന്മാരെ കടന്നു നാക്കാലികൾ മാത്രം പാടും. ആ പാടത്ത് നിൽക്കുന്ന നാക്കാലികൾക്കിടയിലേക്ക്, അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കണ്യത്ത് ഉസ്താദ് രണ്ട് കൈയും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് കണ്യത്ത് ഉസ്താദ് ദുആ ചെയ്തു, യാ വദൂദ്, പടച്ചോനെ ഇത് കണ്യത്ത് അഹമ്മദാണ്, എനിക്കറിയോലോ, ഇത് കണ്യത്ത് അഹമ്മദാണ്, എനിക്കറിയോലോ. ഞാനൊരു ഹറാം ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു ഹറാമിന്റെ വാക്കിലേക്ക് ഞാൻ പോയിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല, പലിശ കൊടുത്തിട്ടില്ല, ഇച്ചു പറഞ്ഞതല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പടച്ചോനെ. അതുകൊണ്ട് ഈ പാവപ്പെട്ട കണ്യത്താണ് എന്നോട് ദ്വാരിക്കുന്നത്. ഞാനൊരു ഒറിജിനൽ മുഅ്മിനാണ്, യഥാർത്ഥ മുഅ്മിനെ സഹായിക്കുന്നിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കലിന്റെ ബാധ്യതയാണ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പരിപൂർണമായ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ് ഞാൻ. എന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഈ നാക്കാലികളും ഒരു തെറ്റും ചെയ്തിട്ടില്ല പടച്ചോനെ. ഈ നാക്കാലികളും ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ ഹറാമ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ എന്ന് ദുആയുടെ സമസ്തകളുടെ ജമിയത്തുലമയുടെ അനുശേഷനായ നായകൻ കണ്യത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന. മഴ കൊണ്ട് പെയ്തു. കരക്ക് കയറി നിൽക്കുന്ന ആളുകൾ മുഴുവനും കയ്യും കാലം തുറക്കുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? മഴ ചോദിച്ചു വാങ്ങിയ കണ്യത്ത് ഉസ്താദാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. എവിടേക്കായി നമ്മൾ മാറിപ്പോണത്? എവിടേക്കായി നമ്മൾ മാറി ചിന്തിക്കുന്നത്? ആഖിറത്തിന്റെ വിഷയമല്ലേ? അങ്ങനെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് കൈ താഴേക്ക് താഴ്ത്തും മുമ്പ് മഴ പെയ്യിപ്പിച്ച കറാമത്തിന്റെ ഉടമ മഹാനായ കണ്യത്ത് ഉസ്താദ്. അവരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവര് തെറ്റായ വഴിയിലേക്ക് നമ്മൾ നയിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ കണ്യത്ത് ഉസ്താദ് അവസാന കാലഘട്ടത്തിൽ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നൊരു സമയമുണ്ട്. കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റൽ, പഴയ റിലീഫ് ഹോസ്പിറ്റലിൽ, ഇപ്പൊ പുതിയ ഹോസ്പിറ്റലിന്റെ പഴയ അടച്ചു കിട്ടിയിട്ടുണ്ട്. ആ പഴയ റിലീഫ് ഹോസ്പിറ്റലിൽ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അതേക്കാരൻ പറയും, അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ ഇപ്പൊ അവിടെ ഇല്ല, കളവാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പഴയ റിലീഫ് ഹോസ്പിറ്റലിൽ ഇപ്പൊ പുതിയ റിലീഫ് ഹോസ്പിറ്റൽ വേറുണ്ട്. ഇത് എന്ത് പറഞ്ഞാൽ ഇത് ശരിക്കും ആലോചിച്ചാൽ ഇത് വല്ലാതെ ഇറങ്ങാറുണ്ട്. അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. അന്ന് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുമുസ്ലിയാരും മുഹമ്മദ് ഫൈസിയും മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട പി ഫൈസിയും അല്ലാഹു അദ്ദേഹത്തിന് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അടക്കമുള്ള ഏതാനും ആളുകൾ കണ്യത്ത് ഉസ്താദിന്റെ രോഗം കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കുഞ്ഞുമോനുണ്ടാവണം, മകൻ. കുഞ്ഞുമോനെ കണ്ടു. അപ്പൊ നമ്മൾ കണ്യത്ത് ഉസ്താദ് കട്ടുമലിങ്ങനെ ചുമരിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ്. കണ്ണൊക്കെ നല്ല മുറുക്കി ചിമ്മിനി ചുമരിന്റെ ഭാഗത്തേക്ക് കണ്ടിങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കോലെ വരുന്നോര്, എന്താ വാപ്പാന്റെ അവസ്ഥ എന്താണ്? മരുന്ന് കുടിച്ചോ? സുഖമുണ്ടോ? ഡോക്ടർ വന്നോ? ഡിസ്ചാർജ് ആകാനായോ? വന്നതിലേറെ മാറ്റമുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടോ? കഞ്ഞി കുടിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. ഇതൊക്കെ അങ്ങനെ ചോദിച്ചു. അതിനൊക്കെ കുഞ്ഞുമ മറുപടിയൊക്കെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, രാവിലെ ചെയ്യും മുഹമ്മദ് ഷിയാബുകൾ രാവിലെ 8-8 മണിക്ക് ഇവിടെ വന്നിരുന്നു. ഷിയാബ് തങ്ങളോട് ഇപ്പൊ സംസാരിച്ചതാണ്. തങ്ങൾ പോയതിനു ശേഷം പിന്നെ സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങോട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരു 12-12:30 സമയമായിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ണൊന്നും തുറക്കാതെ കണ്യത്ത് ഉസ്താദ് വലിയ ശബ്ദത്തിൽ പറഞ്ഞത്രേ, ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ വരും, മരുന്നുടിച്ചോ, ഗുളികടിച്ചോ, ഡോക്ടർ വന്നോ, സുഖമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ബാങ്കൊടുക്കാനായി ഉദുണ്ടോ, നിസ്കരിക്കാനായോ, ജമാഅത്തിനാണുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ അവിടെ ആളില്ല എന്ന് പറയലും ബാങ്കാണ് കൊടുക്കുന്നത്.
അവിടെ ബാങ്ക് കൊടുക്കുന്നതിന് സൂചന കണ്ണിയെത്തുത്താൻ അറിയില്ല, ക്ലോക്കില്ല, മൊബൈൽ ഫോണിന്റെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അല്ലാതെ ബേജാറായിപ്പോയി. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഭൗതികമായ സംസാരമല്ല വേണ്ടത്, ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരം നടക്കട്ടെ എന്നുള്ള സൂചന. ഏതാനിരിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഈ പറയപ്പെട്ട ഉസ്താദ്മാരും ഇതിലിപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഹയാത്തുണ്ടല്ലോ, കോട്ടുമല ബാബു മുസ്ലിയാർ ഹയാത്തുണ്ട്. നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. അവരോട് കൂടെ ഏതാണ് ഉസ്താദ്മാർ കണ്ണിയത്ത് ഉസ്താദ് വിട്ടുപോയി വാഴക്കാട്. നമ്മുടെ ഉസ്താദ്മാർ എവിടെ നിൽക്കുന്നു എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ വാഴക്കാട് ചെന്ന് ഉസ്താദെ വീട്ടിൽ ചെന്ന് ഉസ്താദെ കണ്ടു, സംസാരിച്ചു, ദ്വാരിപ്പിച്ചു. തിരിച്ചു പോരുമ്പോ എല്ലാവരും 50 ഉറുപ്പ്യ ഉസ്താദെ കയ്യിൽ ഇങ്ങനെ കൊടുത്തത്. 50 ഉറുപ്പ്യ അന്നങ്ങനെയാണ് 50 ഉറുപ്പ്യ കൊടുത്തു. എല്ലാവരും പൈസ കൊടുത്തതിന് ശേഷം അവസാനം 50 പൈസയാണ് പൈസ കൊടുക്കുന്നത്. മൂപ്പര് 100ന്റെ 10 നോട്ട് മടക്കിയിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുക. ഉസ്താദിന്റെ കയ്യിൽ 100ന്റെ 10 നോട്ടിന് മടക്കി കൊടുത്തവർ കയ്യിൽ തോന പിടിക്കാണ്ടാവുമല്ലോ. ഇത് കയ്യിലുണ്ട് പിടിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പഠിച്ചോനെ ദുനിയാവുന്നവരുടെ കൈ അങ്ങോട്ട് വിട്ടാക്കളെ. അപ്പൊ ഈ നോട്ടൊക്കെ പാടങ്ങനെ ഔട്ടമായിട്ട് ഇങ്ങനെ ചിതറിക്കിടന്നു. എന്നിട്ട് അയിമൊക്കെ നോക്കിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നോണ്ട് പഠിച്ചോനെ എത്രമാനം ദുനിയാവോ, എത്രമാനം പൈസോ, മുഴുന്നാതൊക്കെ പാട് മനുഷ്യന് കിട്ടുന്നത്, പഠിച്ചോനെ എന്തോ ഒരു ദുനിയാവോ, ഇത് ഇങ്ങനെ പറയട്ടെ. അപ്പൊ ധൈര്യം സംഭരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട GP ഫൈസി പറഞ്ഞു അത്രേ, ഉസ്താദ് അത് മുഹമ്മദ് ഫൈസിയാണ് നിങ്ങൾക്ക് പൈസ തന്നത്. അയാൾ ഗൾഫിൽ അവിടെയൊക്കെ ബിസിനസ് ഉള്ള ആളാണ്, അതിന്റെ ലാഭത്തിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് വേണ്ടി കരുതി കൊടുത്തതാണ്. ഇന്നാലും ഒരു മനുഷ്യനൊക്കെ പോകാതെ 1000 ഉറുപ്പികൾക്ക് വെറുതെ കൊടുക്കുക, 1000 ഉറുപ്പികൾക്ക് വെറുതെ കൊടുക്കുക. ഇത് നീങ്ങാൻ പറയത്രേ, ഉച്ചവാണ് എന്നിട്ട് പൈസ പാടുണ്ട്, ഇങ്ങനൊക്കെ പോകാതെ ദുനിയാവുണ്ടായാൽ പിന്നെ ആഗ്രഹത്തിനെ പറ്റി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിത ചരിത്രവും ഒരു മനുഷ്യനെ പറ്റിക്കാൻ വല്ല മാർഗമുണ്ടോന്ന് മൈക്രോസ്കോപ്പും വെച്ച് നടക്കുന്ന ഇന്നത്തെ നേതൃത്വവും രണ്ടും കൂടി ഒന്ന് ആലോചിച്ച്. പറ്റിക്കാൻ വല്ല മാർഗമുണ്ടെന്ന് മൈക്രോസ്കോപ്പും വെച്ച് നോക്കുന്ന കാലാണെന്ന്. വല്ല കായ് കിട്ടാൻ വല്ല മാർഗം ഉണ്ടാകും. അത് ഹറാമായാലും പാടില്ല, ശുഭത്തായാലും പാടില്ല, ഏതായാലും പാടില്ല, കായ് കിട്ടിയാൽ മതി. നമ്മൾ ആലോചിക്കണം, ഇങ്ങനത്തെ നേതൃത്വമാണ് ഈ മഹിതമായ സംഘടനയെ നാളിൽ വരെ കൊണ്ടു നടന്നത്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒറ്റക്കാരെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ ഹബീബ നബിതങ്ങളുടെ പേര് മുടി കൊണ്ടുവന്നു. ഞാൻ വിവാദങ്ങളിലേക്ക് ഒന്നിപ്പോ കടക്കുന്നില്ല. ആ കൊണ്ടുവന്ന മുടിയുടെ പേര് ഇവിടെ പള്ളി ഉണ്ടാക്കുമെന്ന് പറയാൻ 40 കോടി പിരിച്ചൊന്നാകുവാനും അത് ഓരോ പഠിച്ചതായിട്ടാകട്ടെ. പക്ഷേ അന്നവര് പറഞ്ഞത് തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതിന് ആണ്ടാ തോന്നുന്നുണ്ട്. പണ്ട് ഒരു മുമ്പ് മുമ്പ് ഇതേ ഒരു ഡേറ്റിനാണ് അവര് തറക്കല്ലിട്ടത്. 5 കൊല്ലം 6 കൊല്ലത്തെ അതിന് ആണ്ടായിട്ട് ഇന്ന് ആണ്ടാ തോന്നുന്നു. ആ തറക്കല്ലിട്ടതിന്റെ പ്രതീകാത്മകമായി തറക്കല്ലിട്ടതിന് ആണ്ടാൻ തോന്നുന്നുണ്ട്. ഏതായാലിരിക്കട്ടെ, അന്നങ്ങനെ കോടിക്കണക്കിന് രൂപ വിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അന്ന് അവരെ പറഞ്ഞു തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം, ആ പള്ളിയുടെ ഫോട്ടോക്ക് വരച്ചു, അതിൻ്റെ ഉള്ളിന്റെ ഭാഗത്ത് മുടിവെക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നോളജ് സിറ്റി ഉണ്ടാക്കുകയാണ്, അതിന് നടുവിലാണ് ഈ പള്ളി ഉണ്ടാകുക, ഈ പള്ളിനെ വെക്കുകയായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ പള്ളി കണ്ടില്ല, നീർക്കൊരു തവള മുണിഞ്ഞ മാതിരി പിന്നെ പള്ളി കണ്ടില്ല. ആ നോളജ് സിറ്റി മാത്രമായി, ആ പള്ളി കണ്ടില്ല. ഇങ്ങനൊക്കെ പാടായപ്പോ ഈ 2 മാസം മുമ്പ്, ഞാൻ 2 മാസം മുമ്പത്തെ കഥയെ പറഞ്ഞു, ഈ 2 മാസം മുമ്പ് കാന്തപുരത്തൊരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ പുതിയ പദ്ധതി എന്താണ്? 5 കൊല്ലം മുമ്പ് കഥല്ലേ ഈ പറയട്ടെ, ഈ 2 മാസം മുമ്പത്തെ കഥയും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുതിയ പദ്ധതി നോളജ് സിറ്റിയായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. അല്ലാതെ ഞങ്ങളെ പള്ളി എന്തായി? അത് ഞങ്ങളെ പള്ളി സൗകര്യം പോലെ പോയിക്കോട് ഒടിവിലും ഉണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, പൈസ കൊടുത്തവരായേക്കോ അല്ലാത്തവരായേക്കോ. എത്ര ഗൗരവമുള്ള വാദമാണ്. നോക്കട്ടെ, വരട്ടെ, അദ്ദേഹത്തിന് പത്രസമ്മേളനം വരട്ടെ. പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങളാണ്. പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. നിങ്ങളെന്തേ പറഞ്ഞത്? നോളജ് സിറ്റി ചിന്തിക്കും മനുഷ്യന്മാരെ. എന്തെങ്കിലും പറഞ്ഞ കടക്കുന്ന വരട്ടെ. ഞങ്ങൾ പള്ളി ഉണ്ടാക്കും, നോളജ് സിറ്റിയുടെ ഫോട്ടോ ആരും മറന്നിട്ടുണ്ടാവില്ല. നടുവില് പള്ളി, ചുറ്റുഭാഗത്ത് ബിൽഡിങ്ങുകൾ, നോളജ് സിറ്റി. പിന്നെ ആ നോളജ് സിറ്റി നടന്ന പള്ളി കാണാനില്ല. ഇപ്പൊ 2 മാസം മുമ്പത്തെ പത്രസമ്മേളനമാണിത്. എന്താ പറഞ്ഞത്? പള്ളി ഞങ്ങൾ അതിലുണ്ടാക്കുന്നില്ല, ഞങ്ങൾ കൂടെ ഉണ്ടാക്കുക പറഞ്ഞ നിങ്ങൾ. പുതിയ പ്രവർത്തനങ്ങളാണ്. പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു പള്ളിയില്ല. ഞങ്ങൾ പള്ളി കോഴിക്കോട്ടുണ്ടാക്കുന്നു. അത് നമുക്ക് ആദ്യം പറഞ്ഞാൽ പോലെ പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന്
പ്രവർത്തനം മന്ദീഭവിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് സമയത്തിന്റെ കതിർ എത്ര കുറച്ച് സമയത്തിന്റെ കതിർ ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. 2 മാസം മുമ്പത്തെ പത്രസമ്മേളനമാണ് ഞങ്ങൾ പള്ളിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 6 കൊല്ലം മുമ്പ് തറക്കല്ലിട്ടിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. 2 മാസം മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ ചോദിക്കുന്നത് ഇത് വല്ലാതെ തട്ടിക്കുള്ള ഇങ്ങോട്ടൊക്കെ. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച് ഉടനെ ഞങ്ങൾ പണി ആരംഭിക്കും. തുടക്കത്തിൽ എന്തേ പറഞ്ഞ് അതിന്റെ സാമഗ്രികളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാവില്ല. ഇത് ടാറ്റ ബിർള പോലെയുള്ള കമ്പനിയുടെ കീഴിലല്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തിന് നമുക്ക് ആദർശം പോയൊന്നും രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയവർ അവരുടെ നേതൃത്വത്തിലാണ്, പണ്ഡിത കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ രൂപത്തിൽ തലയുമാറില്ലാത്ത തട്ടിപ്പുകൾ നടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇനി 6 കൊല്ലം മുമ്പത്തെ ഡോക്യുമെന്ററി അന്ന് കാണിക്കും. സമയത്തിരിപ്പം കൊണ്ട് വേഗത്തിൽ പറയാം. ഇത് മറക്കരുത്. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം. ഒരു 6 കൊല്ലം മുമ്പത്തെ ആ ഡോക്യുമെന്റ് മുടിയല്ല പ്രധാനം. അത് വ്യക്തനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി റുപ്യയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. അത് വലിയ അത്ഭുതമാണ്. തറക്കല്ലിടൽ കഴിഞ്ഞു, പക്ഷെ പള്ളിയെടുക്കൽ ഒന്നും തീരുമാനമായിട്ടില്ല. അത് ഇതരെയുള്ള മസലൊന്നും പെടാത്ത സംഗതിയാണ് എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. നല്ല സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. വാസര മാർക്കറ്റ് സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 6 കൊല്ലം മുമ്പ് പണി പൂർത്തിയായി. 2 മാസം മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മറക്കരുത്. ഇതേ കന്യാത്തുസ്ഥാനെതിരുണ്ടാക്കിയ പാർട്ടിയാണ്. കുറച്ച് പഞ്ചും മനസ്സിലായില്ലേ? കന്യാത്തുസ്ഥാനെതിരുണ്ടാക്കിയ സംഘടനകളത്, ഷംസുലമക്കെതിരുണ്ടാക്കിയ സംഘടനകളത് കുറച്ചൊന്ന് വേർക്കേണ്ടി വരും. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കും. ഞങ്ങൾ അതിലൊക്കെ പൂർത്തിയാക്കിയ നിർത്തിയേക്കരാം. പൂർത്തിയായാൽ ഇതൊക്കെ പറയേണ്ടി വന്നിട്ട് ഏതുണ്ട്, സങ്കടം ഇതൊക്കെ പറയേണ്ടി വന്ന പൂർത്തിയായാലും ഉടനെ ആരംഭിക്കും. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. നല്ല സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ. ഒരു വലിയ പള്ളിയല്ല, അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാം എന്ന്. പണി പൂർത്തിയായതിനു ശേഷം സ്ഥലം പ്രഖ്യാപിക്കുന്നതാണ്. മനസ്സിലായത്? പണിയൊക്കെ പൂർത്തിയായിട്ട് വിധാനത്തിന് തലേന്ന് പറയും ഇന്ന സ്ഥലത്താണ് പള്ളി. ഇതെന്ത് പള്ളിയാണ്? പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം സ്ഥലം പ്രഖ്യാപിക്കുന്നതാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കന്യാത്തുസ്ഥാന് മലപ്പുറത്തും കോഴിക്കോടും വെച്ച് 10,000 സാക്ഷി നിർത്തിയിട്ട് ഈ മഹിതമായ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തിനെതിരെ കേസ് കൊടുത്തവരെ പണത്തവൻ മുഖം കൊടുക്കട്ടെ എന്ന് മുസ്തജാബ് ദുആയായ കന്യാത്തുസ്ഥാന് ദുആ ചെയ്യുകയും 10,000 ആമീൻ പറയുകയും ചെയ്തു എന്നത് കേരളീയ ചരിത്രത്തിന്റെ സംഭവമാണെങ്കിൽ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, കൂടുതലായി ആലോചിക്കേണ്ട പുണ്യഹബീബന്മാരെ, അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി വന്നോളി. ഇങ്ങനൊക്കെ പാടെ വന്നപ്പോഴാണ് 7 ലക്ഷം. ഇങ്ങനൊക്കെ പാടെ വന്നപ്പോഴാണ് പ്രഭാഷകന്മാരിൽ പ്രമുഖനായി ഇവരുടെ മറ്റൊരു നേതാവ്, ഞാൻ അതിലേക്കൊന്ന് കൂടുതൽ കടക്കുന്നില്ല, വരും ദിവസങ്ങളിൽ വിഷയങ്ങൾ വരാൻ പോവാണ്.
SOS പുനർസംഘടിപ്പിച്ചു. അവരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഒഴിവാക്കി. മുമ്പ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും പേരോട് സെക്രട്ടറി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് SOS മെമ്പർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി. നൌഷാദ ഹസീനെ അങ്ങനെ ഒഴിവാക്കിയപ്പോഴാണ് സാധു കുത്തിരിൽ പോയിട്ട് വന്നത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ SOS സ്ഥാനത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഗൂഢമായ പല പ്രവർത്തനങ്ങളും കുത്തിത്തിരിപ്പെന്ന് അദ്ദേഹം തുടക്കമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇങ്ങനെയാണ്. മാത്രമല്ല, മരണപ്പെട്ടുപോയ അവൾ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉറൂസ്, രണ്ടാമത്തെ ഉറൂസ് കരുവന്തുരുത്തിയിൽ നടക്കാൻ പോവുകയാണ്. ആ രണ്ടാമത്തെ ഉറൂസ് 2 വേദികളിലായി നടക്കാൻ പോവുകയാണ്. ഒക്കെ ഒന്ന് തങ്ങളുടെ വീട്ടിലും അതേ ദിവസം വീടിന്റെ പുറത്തും 2 നേതാക്കന്മാർ ചേരി തിരിഞ്ഞിട്ട് ഉറൂസ് നടക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിലൊന്നും സന്തോഷമില്ല. പക്ഷെ നമ്മൾക്ക് ഇതിലൊക്കെ വലിയ ഖേദമുണ്ട്. ഈ പറയപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ സംഘടന ഉണ്ടാക്കി മാറി വരുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഏതാനിരിക്കട്ടെ, പത്തപ്പരിയും സഖാഫി പറയാണ്, ഞങ്ങൾ വരെ ഈ പള്ളി ഉണ്ടാക്കുന്ന എന്തിനാണ് ഞങ്ങള് ഉസ്താദിന് സ്മാരകമായിട്ട് ഉണ്ടാക്കുകയാണ്. ഉസ്താദിന്റെ സ്മാരകമാണ് പള്ളി. സുബ്ഹാനല്ലാഹ്, കേട്ടപ്പോൾ നമ്മൾ വല്ലാതെ വേദനിച്ചു പോയി. ഉസ്താദിന്റെ സ്മാരകത്തിന് പൈസ വിരിച്ചിട്ടില്ല, രസീത് അടിച്ചിട്ടില്ല, ഫ്ലക്സ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല. പ്രചരണം മുഴുവൻ ഷാരെ മുബാരക്ക് പള്ളിക്കാൻ കായ് മുഴുവൻ പ്രത്യേകം പറഞ്ഞു ഉസ്താദ് സ്മാരകം ഉണ്ടാക്കാൻ പോവാനാണ്. പറയട്ടെ, അങ്ങനെ എതിർക്കാൻ തുടങ്ങി. മാത്രമല്ല കൂട്ടരെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ ഒന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ. 2, 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയത് ഏപ്പിസ്ഥാൻ വരും. 3, ഏപ്പിസ്ഥാൻ വഫാത്തായാലും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരട്ടെ. ഉസ്താദ് മരിച്ചുപോയാൽ ഉസ്താദിന്റെ ജീവിക്കുന്ന സ്മാരകമായിട്ട് ഈ പള്ളി വരും. നിങ്ങൾ ഉസ്താദിന് സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി റസീദ് അടിച്ചിരുന്നോ? അതിന് പൈസ വിളിച്ചിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തേ പറഞ്ഞത്? ഷാർ മുബാറക് മസ്ജിദ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളുടേതാണെന്ന പേര് കൊണ്ടുവന്ന കള്ളമൊഴി സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കേന്ദ്രം ഞങ്ങൾ പറഞ്ഞത്. സ്മാരകം എന്ന് പറഞ്ഞില്ല. വല്ല SSF പ്രസംഗം കേൾക്കണമെങ്കിൽ ദേഷ്യപ്പെടലി, പ്രഷർ കൂടലി, അടുത്ത വല്ല പോസ്റ്റർമാരുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഈ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുകയും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി. ഞാൻ തെളിയിലാണത്. ഉസ്താദിന്റെ സ്മാരകമാണെന്നുള്ള തെളിവെന്താരങ്ങള്. ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയായ മുംതാസിന്റെ ഓർമ്മക്ക് താജ്മഹൽ ഉണ്ടാക്കിയില്ലേ, ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിയില്ലേ, കുത്തബ് മിനാർ ഉണ്ടാക്കിയില്ലേ. അങ്ങനെയൊക്കെ സ്മാരിക്കാത്ത ഒരു സ്മാരകമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. പുതിയ ഇത്തിഹാസാണ്. ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി. ലാൽക്കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മിനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികളെങ്ങനെ പഠിക്കാൻ. ഇന്നാൾ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ മുഗചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതെന്താ ാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അത്